നമ്മൾ ടൈം ടേബിളും ടീച്ചേഴ്സ് ടൈം ടേബിളും പിന്നെ അസൈൻ ക്ലാസ് ടീച്ചറും പിന്നെ നമ്മൾ പഠിച്ച് നോക്കിയത് ഓപ്ഷണൽ സബ്ജക്ട് ഗ്രൂപ്പ് നോക്കിയായിരുന്നു. ഓക്കെ, നമുക്കിനി പ്രൊമോട്ട് സ്റ്റുഡൻസ് നോക്കാം. പ്രൊമോട്ട് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സെഷൻ ടൈം ഔട്ട് ഏതാ? ഓക്കെ, നമുക്കിപ്പോ ഇപ്പൊ ഈ 2022-23 ഇപ്പൊ കിടക്കുന്നത്. നമുക്ക് അടുത്ത വർഷത്തേക്ക് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രൊമോട്ട് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ കുട്ടികൾ തന്നെ. അപ്പോൾ ക്ലാസ് സെലക്ട് ചെയ്യുക, ഏത് വർഷത്തേക്കാണ് പ്രൊമോട്ട് ചെയ്യണമെന്ന് നോക്കുക. അതിനുശേഷം ഏത് ക്ലാസ്സിലേക്കാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക. സെർച്ച് ചെയ്യുക, കുട്ടികളെ സെലക്ട് ചെയ്യുക. കുട്ടികളെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പാസ് ഫെയില്, പാസ് ആണെങ്കിൽ പാസ്, കണ്ടിന്യൂ ആണെങ്കിൽ കണ്ടിന്യൂ, ലീവ് ആണെങ്കിൽ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ വിട്ട് പോണത്. കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യുന്നു. പാസ് ഓർ ഫെയില്, അങ്ങനെ കറണ്ട് റിസൾട്ട് അത് കൊടുത്തിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത കുട്ടികളൊക്കെ പ്രൊമോട്ട് ആവും. പ്രൊമോട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഈ സെഷനിൽ 22-23 ഇതേ സെയിം ക്ലാസ്സിൽ തന്നെ ആയിരിക്കും. പകരം നമ്മൾ ഇത് ഇവിടെ പിടിച്ച് ഈ സെഷൻ എടുത്തിട്ട് 21-24 ആക്കി മാത്രമാണ് ആ കുട്ടികള് പുതിയ ക്ലാസ്സിൽ കാണുള്ളൂ. മനസ്സിലായോ? അതായത് ഇതിപ്പോ പ്രൊമോട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നമുക്ക് ഇപ്പൊ തന്നെ ഈ കുട്ടികളെ അടുത്ത ക്ലാസ്സിൽ കാണില്ല. ഈ വർഷം കഴിഞ്ഞാൽ ഇവിടെ സെഷൻ മാറ്റും, കറണ്ട് സെഷൻ മാറും. മാറുമ്പോൾ നമ്മളെ പ്രൊമോട്ട്, അതായത് നമ്മൾ ശരിക്കും പ്രൊമോട്ട് ചെയ്യണം. അതായത് ഇപ്പോഴുള്ള കുട്ടികളെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇയർ മാറ്റി മാത്രമാണ് ആ പുതിയ ക്ലാസ്സിലേക്ക് വരുള്ളൂ. അപ്പൊ അങ്ങനെ പുതിയൊരു സിസ്റ്റം ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് ഈ സെഷനിലെ കാര്യങ്ങളൊക്കെ ഈ സെഷനിൽ അവസാനിക്കും, അടുത്ത സെഷനിലെ പുതിയതായിട്ട് സ്റ്റാർട്ട് ആവും. പുതിയതായിട്ട് സ്റ്റാർട്ട് ആകുമ്പോൾ ഈ കുട്ടികളൊക്കെ പുതിയ സെഷനിലേക്ക്, പുതിയ ക്ലാസ്സിലേക്ക് അലോക്കേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ പക്ഷെ ഇത് പ്രൊമോട്ട് ഈ വർഷത്തിൽ കാണില്ല. ഈ വർഷത്തിൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ക്ലാസ്സുകൾ കാണില്ല. അതാണ് പ്രൊമോഷൻ സ്റ്റുഡൻസ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാല് ആദ്യം ക്ലാസ് എടുക്കുക, സെക്ഷൻ എടുക്കുക, സെർച്ച് ചെയ്യുക. എന്നിട്ട് ഏത് പ്രൊമോട്ട് ചെയ്യുന്ന ഏതാണ്, പ്രൊമോട്ട് ചെയ്യുന്ന ക്ലാസ് ഏതാണ്, സെക്ഷൻ ഏതാണെന്ന് എടുത്തിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ആ ലിസ്റ്റ് കിട്ടും. അപ്പൊ ആ ലിസ്റ്റ് കിട്ടുന്ന കുട്ടികളെന്ന് വെച്ചാൽ 9th ഗ്രേഡ് ഏത് കുട്ടികളെ 10th A ഗ്രേഡിക്കാണ് വരുന്നത്. അതിപ്പോ ഇവിടെ ബി ഉണ്ടെങ്കിൽ ബിക്ക് മാറ്റാം, സി ഉണ്ടെങ്കിൽ സിക്ക് മാറ്റാം. അതൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, പ്രൊമോഷനിൽ ചെയ്യാവുന്ന കാര്യമാണ് അത്. അങ്ങനെ പിന്നെ ഇനിയിപ്പോ 12ാം ഇയർ എൻഡിങ്, അതായത് കൊല്ല പരീക്ഷ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലേ ഇത്? അതെ. അല്ലെങ്കിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ് പ്രൊമോഷൻ. അത് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രൊമോഷൻ ചെയ്തതിനു ശേഷം ഈ സെഷൻ ചേഞ്ച് ചെയ്യണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു സ്കൂളിൽ 10ാം ക്ലാസ് വരെ വെച്ചെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലാസ്സിലല്ലോ. ആ കുട്ടികളെ ലീവിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾ അലുമിനിക്ക് മാറും. അപ്പോ അത് അലുമിനിക്ക് ഓട്ടോമാറ്റിക്കലി അത് മാറും. പിന്നെ ഇതാണ് പ്രൊമോഷന്റെ വിൻഡോ എന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി എന്ന് വെച്ചാൽ സബ്ജക്ട് ഗ്രൂപ്പ്. ഓക്കെ, സബ്ജക്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ആദ്യം സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെയാണ് സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തിയറി, പ്രാക്ടിക്കൽ എന്നുള്ള 2 ഓപ്ഷനാണ് ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ സബ്ജക്ട് നെയിം, സബ്ജക്ട് കോഡ്, തിയറി ഓർ പ്രാക്ടിക്കൽ, ഇത് ഏതെങ്കിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്ജക്ട് ടൈപ്പ് വരും, സബ്ജക്ട് കോഡ് വരും, സബ്ജക്ട് നെയിം വരും. ഇത് സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ സബ്ജക്ട് പഠിപ്പിക്കേണ്ടോ അതൊക്കെ ഒരുമിച്ച് ഓരോന്നോരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ്ജക്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സബ്ജക്ട് അലൊക്കേഷൻ ഒക്കെ നടക്കുള്ളൂ. ആദ്യം സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അതിനുശേഷം സബ്ജക്ട് ഗ്രൂപ്പ്. സബ്ജക്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇനി കസ്റ്റമൈസബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അതായത് സ്കോളാസ്റ്റിക്, ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയർ ആൻഡ് എഫേർട്ട്, ജനറൽ പ്രൊഫൈല്, അറ്റൻഡൻസ്. ഇത് സ്കോളാസ്റ്റിക് വരും, അങ്ങനത്തെ. അത് എത്ര ടൈപ്പ് അവിടെ സ്കൂളിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിനെ തരംതിരിക്കും.
അതായത് സ്കോളാസ്റ്റിക് ഓരോ സബ്ജക്റ്റിനെയും അതിനെ എന്താ പറയുക കാറ്റഗറൈസ് ചെയ്യും ഇവിടെ. സ്കോളാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പാഠ്യ വിഷയം സ്കോളാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്കോളാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠ്യേതര വിഷയം. പാഠ്യേതര വിഷയം. അതായത് ഒന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും, മറ്റൊന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കാത്ത സബ്ജക്റ്റ് ആയിരിക്കും. അതായത് മീൻസ് അതല്ല അതാണ് ഞാൻ പറയുന്നത് വെച്ചാല് അങ്ങനെയല്ല. ഇതിപ്പോ സബ്ജക്റ്റ് ആണ് പറഞ്ഞത്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ബയോളജി, കെമിസ്ട്രി ഒക്കെ സ്കോളാസ്റ്റിക് ആണ്. മ്യൂസിക്, ഡാൻസ്, സ്പോർട്സ് ഇതൊക്കെ കോസ്കോളാസ്റ്റിക് ആണ്. അതായത് പഠനത്തിനോട് കൂടെ നടത്തുന്ന കാര്യങ്ങളാണ് അത്. ഒരു സെക്കൻഡ്. അത് മനസ്സിലായില്ലേ? ഹലോ ഓക്കെ, ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഈ വിൻഡോ ഇത്രയാണുള്ളത്. അതായത് നമുക്ക് ആദ്യം ഈ ലാംഗ്വേജസ് വരുന്നത് നമ്മളിവിടെ ഈ സബ്ജക്ട്സ് വരുന്നത് ആദ്യം ഇവിടെ സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സബ്ജക്ട് ആഡ് ആയി വരും. ഇപ്പൊ ഇവിടെ ബോട്ടണിയാണ് ലാസ്റ്റ്. ഞാനിപ്പോ ഒരു സബ്ജക്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയിട്ട് നെയിം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഓൾറെഡി ഉള്ള ഗ്രൂപ്പിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ grade 1 ആ ഗ്രൂപ്പില് ഇതവിടെ ടെസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ഇവിടെ വന്നു. മനസ്സിലായില്ലേ? ഇവിടെ ബയോളജി ആണ്. ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ടെസ്റ്റ് വന്നു. അതായത് നമുക്കിപ്പോ ഒരു ക്ലാസ്സിൽ ഇത്ര നമ്മൾ സബ്ജക്ട് ആഡ് ചെയ്തു. പുതിയ സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്തിട്ട് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇതിപ്പോ ഓരോ മറ്റേ ഗ്രൂപ്പിലേക്ക് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് ഏത് ക്ലാസ്സിനാണ് ആ ഗ്രൂപ്പ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ സെലക്ട് ചെയ്യുക. സ്കോളാസ്റ്റിക് ആണെങ്കിൽ സ്കോളാസ്റ്റിക് സെലക്ട് ചെയ്യുക. ആ സെക്ഷൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏതൊക്കെയാണ് വേണ്ടത് അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ഇപ്പൊ ഈ ക്രിയേറ്റ് ആയിട്ടുള്ളത് ആദ്യം വന്നു. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പ് വേറെ നമ്മുടെ മാർക്കിലേക്ക് അസൈൻ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണോ? നമ്മളിപ്പോ ഈ ക്രിയേറ്റ് ചെയ്ത മാർക്ക് ലിസ്റ്റിലേക്കോ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണോ ചെയ്യാതെ? അങ്ങനല്ല. അത് അങ്ങനല്ല. ഇത് ഇപ്പൊ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5Aയിലേക്ക് ഇപ്പൊ ഇത് ഇത്രയും സബ്ജക്റ്റുകളെ കിട്ടും. ഇനി ഈ സബ്ജക്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 5Aയില് അവൈലബിൾ ആവും. നമുക്ക് സബ്ജക്റ്റ് അലോക്കേഷനിൽ അസൈൻ സബ്ജക്റ്റില് നമുക്ക് ഇത്രയും ഇത് കിട്ടും. ഇനി അടുത്തത് ഇതിനൊക്കെ മുമ്പ് നമ്മളിപ്പോ ഈ അക്കാഡമിക്സിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്ലാസ് ആണ്. അതായത് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇപ്പൊ ഈ സെക്ഷൻസ് വരും. അപ്പൊ സെക്ഷൻസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. സെക്ഷൻസ് ആദ്യം ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇത്രയും സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പോ നമ്മള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയാ ഡിവിഷനോടെ ആഡ് ആയി. ഇത് ഡിവിഷൻസ് ആണ്. അപ്പൊ ഡിവിഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഡിവിഷൻസിന്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിന് ഒരു പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് A, B ഇത്രയും സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ആയി. ഇനിയിപ്പോ ഈ ക്ലാസ് ആണ് നമുക്ക് എവിടെ ഉണ്ടാവുക? ഈ കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, അതായത് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ ക്ലാസ് കൂടി ആഡ് ആയി വരും. കണ്ട ഇത്രയും ഇത് ഇങ്ങനെ വരുന്നില്ലേ? ഈ സ്റ്റുഡന്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ടെസ്റ്റ് 1 എന്നുള്ള ക്ലാസ് ആഡ് ആയി വരും. ഇപ്പൊ ടെസ്റ്റ് 1 എടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റിൽ ഇത്രയും ഡിവിഷൻസും വരും.
അപ്പൊ അതാണ് ക്ലാസിന്റെ ഡിവിഷൻ. അപ്പൊ ക്ലാസിന്റെ ഡിവിഷനാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഏതില് ഈ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട അക്കാഡമിക്സിൽ ആദ്യം സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സബ്ജക്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, സബ്ജക്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ സബ്ജക്ട് അസൈൻ ചെയ്യുന്നു. സബ്ജക്ട് അസൈൻ ചെയ്തതിനു ശേഷം സബ്ജക്ട് ക്ലാസ് ടീച്ചർ അസൈൻ ചെയ്യുന്നു. ഇത്രയാണ് അതിന്റെ പ്രോസസ്സ്. പിന്നെ പ്രൊമോട്ട് സ്റ്റുഡൻസും പിന്നെ ഓപ്ഷണൽ സബ്ജക്ട് ഗ്രൂപ്പ് അതും കൂടി ചെയ്യണ്ടേ? ഓപ്ഷണൽ സബ്ജക്ട് ഗ്രൂപ്പും പ്രൊമോഷൻ സ്റ്റുഡൻസും കുട്ടികളെ ആഡ് ചെയ്തതിനു ശേഷം ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പൊ ഓപ്ഷണൽ സബ്ജക്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്ലാസ്സിൽ കുട്ടികൾ ജോയിൻ ആവണല്ലോ. അത് ജോയിൻ ചെയ്ത്, അതായത് കുട്ടികളെ തന്നെ അഡ്മിഷൻ എടുത്തതിനു ശേഷം അവിടെ കുട്ടികൾ ലിസ്റ്റ് ആയതിനു ശേഷം മാത്രമാണ് ഓപ്ഷണൽ സബ്ജക്ട് സ്റ്റുഡന്റ് ചെയ്യേണ്ടത്. അസൈൻ സബ്ജക്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ചോദിക്കണം. അതായത് അസൈൻ സബ്ജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾ, അതായത് ഈ അസൈൻ സബ്ജക്ട് എപ്പോ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ക്ലാസും സെക്ഷൻസ്, ക്ലാസ്, സബ്ജക്ട് ഇത് 3 ക്രിയേറ്റ് ചെയ്യണം. പിന്നെ സബ്ജക്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ സബ്ജക്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് ഒരു സ്കൂളിൽ കൊടുക്കണമെങ്കിൽ അവിടെ സ്റ്റുഡൻസിനെ ആഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഓപ്ഷൻ സബ്ജക്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിപ്പോ ഇത് എടുത്തു, ഞാൻ പറഞ്ഞത് തന്നെയാണ് നേരത്തെ എന്ന് വിചാരിക്കുന്നു. അതെനിക്ക് മനസ്സിലായി. മറ്റേ സംസ്കൃതം, ഹിന്ദി അങ്ങനത്തെ സംഭവങ്ങളല്ലേ? അതെ അതെ. അത് ഇതിലില്ല, ഇതിലാണ് ഉള്ളത്. ഇതില് നമ്മൾ എടുക്കുമ്പോ കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോ 3rd ക്ലാസ് അക്കൗണ്ടൻസി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇങ്ങനെ കുട്ടികളെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലാസ്സിൽ കുട്ടികൾ ഉണ്ടാവണം. അപ്പൊ ആ ക്ലാസ് കുട്ടികള് ഉണ്ടാവണം വെച്ചെങ്കിൽ ഫസ്റ്റ് കുട്ടികളെ ആഡ് ചെയ്താൽ മാത്രമേ ഓപ്ഷണൽ സബ്ജക്ട് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇപ്പൊ അക്കാഡമിക്സിലുള്ളത്. ഇനി ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് പിന്നെ നമ്മളിതിൽ ആഡിങ് ഒക്കെ വരുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇതിലുള്ളത്. ഇനി അടുത്തത് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിൽ നമുക്ക് സ്റ്റാഫ് ഡയറക്ടറി ഫസ്റ്റ്. അപ്പൊ ഫസ്റ്റ് സ്റ്റാഫ് ഡയറക്ടറിയിൽ നമുക്ക് ഇവിടെ സ്റ്റാഫിനെ ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റാഫിനെ ആഡ് ചെയ്യേണ്ട ഫീൽഡിലുള്ള ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതില് എന്താ പറയാ, ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേറോൾ ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഇത് ജനറൽ ഇൻഫർമേഷൻ ആണ്. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയാലും ഈ റോള് ഇമ്പോർട്ടന്റ് ആണ്. ഈ റോള് വെച്ചിട്ടാണ് ഇവർക്ക് പെർമിഷൻ കിട്ടുക. അതായത് അപ്പൊ അഡ്മിന് ഒരു പെർമിഷൻ ആയിരിക്കും, ടീച്ചർക്ക് ഒരു പെർമിഷൻ ആയിരിക്കും, അക്കൗണ്ടന്റിന് ഒരു പെർമിഷൻ ആയിരിക്കും, എച്ച്ഒഡിക്ക് ഒരു പെർമിഷൻ ആയിരിക്കും, വൈസ് പ്രിൻസിപ്പലിന് ഒരു പെർമിഷൻ ആയിരിക്കും, പ്രിൻസിപ്പലിന് ഒരു പെർമിഷൻ ആയിരിക്കും, എക്സാം കോർഡിനേറ്റർക്ക് ഓരോ പെർമിഷൻ ആയിരിക്കും. ഈ മെനൂസ് ഒക്കെ വിസിബിൾ ആവുന്നത് ഓരോ പെർമിഷൻ അനുസരിച്ചാണ്. ഇതിപ്പോ നമ്മള് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത് മൊത്തം വിസിബിൾ ആക്കിയിട്ടുള്ളത്. പക്ഷെ എല്ലാവർക്കും ഇത് എല്ലാം വിസിബിൾ ആവില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ERP യൂസ് ചെയ്യുന്ന, നിങ്ങൾ എല്ലാവരും ERP യൂസ് ചെയ്യുന്നുണ്ടാവും വിചാരിക്കുന്നു, ലീവ് മറ്റേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് HR മൊഡ്യൂളിലെ ലീവ് അപ്ലൈ മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. സാലറി അഡ്വാൻസ് ലീവ് അപ്ലൈ മാത്രമേ കിട്ടുള്ളൂ. കാരണം അത് ഓരോ സ്റ്റാഫിനെ അനുസരിച്ചിട്ട് നമ്മൾ അത് പെർമിഷൻ കൊടുക്കണം. അപ്പൊ ഈ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാഫിനെ ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡെസിഗ്നേഷൻ എന്നുള്ളത് നമുക്ക് കൊടുക്കാവുന്നത്, അതായത് ഇപ്പൊ ഈ റോള് പോലെ തന്നെ ഡെസിഗ്നേഷൻ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇത് ഈ ഡെസിഗ്നേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്നാണ് വരുന്നത്. ഈ ഡെസിഗ്നേഷന്റെ ലിസ്റ്റ് വരുന്നത് നമ്മള് ഇവിടെ നിന്നാണ് വരുന്നത്. ഹലോ, ഈ ഡെസിഗ്നേഷന്റെ കാര്യം മനസ്സിലായോ? ഈ ഡെസിഗ്നേഷൻ ഇവിടെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക.
ഇവിടെ ഡെസിഗ്നേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡ്രോപ്പ് ഡൗണിൽ ഡെസിഗ്നേഷൻ ആഡ് ആയി വരും. ഇപ്പോൾ സ്റ്റാഫ് ഡയറക്ടറിയിൽ പോയിട്ട് നമ്മളിപ്പോൾ പുതിയ സ്റ്റാഫിനെ ആഡ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇവിടെ ഡെസിഗ്നേഷൻ എടുക്കുമ്പോൾ ആ ടെസ്റ്റ് എന്നുള്ളത് ഇവിടെ വരുവാണ്. ആ റോൾ ഒന്നുകൂടി പറഞ്ഞ, റോൾ എന്ന് പറയുമ്പോൾ അഡ്മിൻ സൂപ്പർ അല്ലെ, HR, ആ റോൾ ഒന്നുകൂടി പറയുമ്പോൾ റോൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ അവർക്ക് എന്തൊക്കെ റോൾ ഉണ്ടോ ആ റോളൊക്കെ നമ്മൾ ചോദിക്കും. അതിനുശേഷം നമ്മൾ റോൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഓരോ റോളിനും നമ്മൾ പെർമിഷൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. അല്ല ഞാൻ ചോദിക്കണത്, അതായത് സൂപ്പർ അഡ്മിൻ അങ്ങനത്തെ റോൾസ് ആണ് ഇവിടെ വരിക, അല്ലെങ്കിൽ വേറെ അഡ്മിൻ HR അങ്ങനത്തെ ഓഫീസ് റിലേറ്റഡ് റോൾസ് ആണോ, സ്കൂൾ റിലേറ്റഡ് റോൾസ് ആണോ ഇവിടെ വരിക? സ്കൂൾ റിലേറ്റഡ് റോൾസ്, അതായത് അവർക്ക് പെർമിഷൻ എന്താ പറയാ കൊടുക്കുന്നതിനനുസരിച്ചുള്ള റോളുകൾ, അതായത് ഓരോ മൊഡ്യൂളിലേക്കുള്ള ആക്സസ് അതാണ്. അതെ അതെ അതെ. ഓക്കെ. പിന്നെ ഡിപ്പാർട്ട്മെന്റ്, ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അങ്ങനത്തെ നോർമൽ ഫില്ലപ്സ്. പിന്നെ ഇവിടെ പ്ലസ് ബട്ടൺ ആണ് വെച്ചിരിക്കുന്നത് അഡീഷണൽ ഡീറ്റെയിൽസിന്. അഡീഷണൽ ഡീറ്റെയിൽസിൽ പേറോളില് ഇതൊക്കെ ഓരോ ഇതിനനുസരിച്ചിട്ട് കൂടാൻ കുറയാം ഫീൽഡുകളിൽ. പിന്നെ ലീവ്, സിക്ക് ലീവ്, ക്യാഷ് ലീവ്, പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, സോഷ്യൽ മീഡിയ ലിങ്ക്, പിന്നെ ഫയൽസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇത് ഒരു ഫോം എന്ന് വെച്ചാൽ ഫോം ഫില്ലിംഗ് പോലെ. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റാഫിനെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 വ്യൂ ഉണ്ട്. ഒന്ന് ലിസ്റ്റ് ചെയ്യാം, കാർഡ് വ്യൂ ഉണ്ട്. ഇപ്പൊ ലിസ്റ്റിലാണെങ്കിൽ ഇങ്ങനെ വരും, കാർഡിലാണെങ്കിൽ ഇങ്ങനെ വരും. ഇപ്പൊ ലിസ്റ്റിലാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിൽ പോവും. ഇവിടെയാണെങ്കിൽ ഇവിടെ എടുത്താൽ പ്രൊഫൈലിൽ പോവും. ഷോ എടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈലിൽ പോവും. ഇത് എഡിറ്റിലേക്ക് പോവും, ഇത് പ്രൊഫൈലിലേക്ക് പോവും. ഇവിടെ ആണെങ്കിൽ ഇവിടെ ആക്ഷനിൽ എഡിറ്റ്, ഇവിടെ ഷോ ഉണ്ട്, അതുകൂടാതെ ഇവിടെ ഹൈപ്പർ ലിങ്കും ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താലും ഈ പേജിലേക്ക് പോകും. ഈ പേജിൽ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് മൊത്തം കാണും. സ്റ്റാഫ് ID ഉണ്ടാവും, റോൾ ഉണ്ടാവും, ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, EPF, ബേസിക് സാലറി, കോൺട്രാക്ട് ടൈപ്പ്, വർക്ക് ഷിഫ്റ്റ്, ലൊക്കേഷൻ, ഡേറ്റ് ഓഫ് ജോയിനിങ്, ഇതൊക്കെ നമ്മൾ ആ ഫിലപ്പ് ചെയ്തുള്ള ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കാണിക്കും. ഇതില് പ്രൊഫൈൽ ഉണ്ട്, പേറോളിന്റെ ഇതുണ്ടാവും, ലീവ്സ് ഉണ്ടാവും, അറ്റൻഡൻസ് ലിസ്റ്റ് ഉണ്ട്, പിന്നെ ഡോക്യുമെന്റ്സ്, ടൈം ലൈൻ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഇതില് പേറോളില് നമുക്ക് മന്ത്ലി എത്രയാണ് പേറോള് അവിടെ അപ്രൂവ് ആയിട്ടുള്ളത് അതൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഡോക്യുമെന്റ്സ് അവരുടെ മറ്റേ എന്താണ് ആധാർ കാർഡ് അങ്ങനത്തെ ഡീറ്റെയിൽസ് അങ്ങനത്തെ ആണോ? എന്ത് അവരുടെ ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയണത് ഇത് വേണേ ആവാം, അത് ക്ലയന്റ് ആണ് തീരുമാനിക്കണേ. അതായത് ക്ലയന്റിന് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പോർഷൻ അവിടെ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മള്. ക്ലയന്റിന് എന്ത് ഡോക്യുമെന്റ് ആണെന്നുള്ളത് ക്ലയന്റ് ആണ് തീരുമാനിക്കണേ. ഇപ്പൊ ക്ലയന്റിന് എന്ത് ഡോക്യുമെന്റ് വേണേ വെക്കാം, അത് ക്ലയന്റ് ആണ് തീരുമാനിക്കണേ. അതായത് ആ സ്കൂളുകാരാണ് തീരുമാനിക്കണേ എന്ത് ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് അവർ കൂട്ടാം കുറയ്ക്കാം അതൊക്കെ ഉണ്ടാവാം. അപ്പോ ക്ലയന്റിന്റെ ഡോക്യുമെന്റ് എന്താണോ അവർക്ക് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നത്, പുതിയ സ്റ്റാഫ് വരുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഡിഫോൾട്ട് ആയിട്ട് 3 അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്, 3 ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ. അപ്പൊ ഇത് ഈ ചേഞ്ച് പാസ്വേഡ് എന്നുള്ളത് വേറെ ആർക്കും പറ്റില്ല, അഡ്മിൻ അക്കൗണ്ടിന് മാത്രമേ പറ്റുള്ളൂ. ഈ അതായത് സ്റ്റാഫിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന കാര്യം സ്റ്റാഫിന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയല്ല, ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചിട്ട് മാത്രം റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ചേഞ്ച് ബട്ടൺ കാണുന്നത് അഡ്മിന് മാത്രമേ കാണുള്ളൂ. പിന്നെ അവരവരുടെ പാസ്വേഡ് മാത്രമാണ് സ്റ്റാഫിന് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിന് മാത്രമാണ് എല്ലാവരുടെ പാസ്വേഡും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് സ്റ്റാഫിന്റെ ഡയറക്ടറി. ഇപ്പോ ഇതിൽ പേറോളൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് അത് കാണാത്തത്. ഓക്കെ. ഇപ്പൊ സ്റ്റാഫ് ഡയറക്ടറി. പിന്നെ ഇവിടെ വെച്ചാൽ ലിസ്റ്റ് വ്യൂവിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും സ്റ്റാഫിനെ. ഈ സ്റ്റാഫ് ID വെച്ചിട്ട് പേര് വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാർഡ് വ്യൂ ആണെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഇത് സ്റ്റാഫ് ഡയറക്ടറി മനസ്സിലായിരിക്കും. ഇവിടെ ആഡ് സ്റ്റാഫ് ഉണ്ട്, ഇവിടെ റോൾ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് കീവേഡ് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റാഫ് അറ്റൻഡൻസ്,
ഇത് സ്റ്റാഫിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന സിസ്റ്റം ആണ്. ഇത് സ്റ്റാഫിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റാഫിന്റെ റോൾ അനുസരിച്ച് ടീച്ചർ ആണെങ്കിൽ ടീച്ചർ ഉള്ള റോളിലുള്ള ആൾക്കാരൊക്കെ എടുത്ത് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ ലേറ്റ് ആണോ ആബ്സെന്റ് ഹാഫ് ഡേ ആണോ എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ മറ്റേ കമന്റ്സും ആഡ് ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പൊ ഇവിടെ സേവ് അറ്റൻഡൻസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആയി. ടൈം വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിലുള്ള അറ്റൻഡൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സ്റ്റുഡന്റ് അറ്റൻഡൻസിന്റെ സെയിം അതേപോലെ തന്നെ. ഇനി അടുത്തത് പേറോൾ. പേറോൾ എന്ന് പറയുന്നത് നമ്മുടെ സാലറി കാൽക്കുലേഷന്റെ ഒരു ഇതാണ്, ബേസിക് ആണ്. ഇപ്പോ ഇതാണ് ടീച്ചർ. ജനറേറ്റ് പേറോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിപ്പോ ശരിക്കും വർക്കിംഗ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ഇവിടെ മന്ത്ലി എത്ര പ്രസന്റ്, എത്ര ലേറ്റ്, എത്ര ആബ്സെന്റ്, എത്ര ഹാഫ് ഡേ, എത്ര ഹോളിഡേ, അപ്രൂവ്ഡ് ലീവ് എത്ര, ഇതിവിടെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏണിങ്സ്, ഇപ്പൊ എക്സ്ട്രാ എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എമൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡിഡക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ. ഏണിന്നൊക്കെ പറഞ്ഞ വല്ല ബോണസ് അങ്ങനത്തെ സംഭവങ്ങളോ? ബോണസ് അങ്ങനത്തെ വല്ല സംഭവങ്ങളാണ് ഈ ഏണിങ്സ്? അവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആ മാസത്തില് ഏണിങ്സോ ഡിഡക്ഷനോ ഉണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേറ്റ് ആവും. അപ്പൊ ഈ ലീവിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യോ? ഈ സാലറി ഒക്കെ ഇത് ജനറേറ്റ് ചെയ്യോ? ഇതില് ലീവിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഇതില് ചെയ്തിട്ടില്ല. ഇതില് ഇങ്ങനെയാണ് കാൽക്കുലേഷൻ. അതായത് ബേസിക് സാലറി നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബേസിക് സാലറി ഇവിടെ വരും. എന്നിട്ട് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. ജസ്റ്റ് അത് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിട്ട്, ആ ഡീറ്റെയിൽസ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് വേണമല്ലേ? അല്ലാതെ കാൽക്കുലേഷൻ ഇത് ചെയ്യില്ല. ലീവിനനുസരിച്ചിട്ടുള്ള അത് ആ പരിപാടി അത് ഇത് ആ ഒരു ഓപ്ഷൻ ഇതിലില്ല അല്ലേ? ഹലോ രാജി ചേട്ടോ, സോറി ഒരു മിനിറ്റ്, ഒരു 5 minutes ബ്രേക്ക്. ഓക്കെ.
സോറി ട്ടോ. ഹലോ ഹലോ. സോറി, ഒരു 5 മിനിറ്റ് ഡിലേ ആയി. കുഴപ്പമില്ല. ഓക്കെ, നമ്മള് അപ്പൊ പറഞ്ഞു നിർത്തിയത് സ്റ്റാഫ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇതിപ്പോ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മള് ഒരു സ്കൂളിലെ നമ്മള് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വേർഷൻ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ മാനുവലി ആണ് ഏർണിങ്സും ഡിഡക്ഷനും ആഡ് ചെയ്യുന്നതും ചെയ്യുന്നത്. ബേസിക് സാലറി മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ബേസ് സാലറി ഇവിടെ 0 ആണ്. ഇവിടെ സാലറി കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ബേസിക് സാലറി കൊടുക്കുന്നു, എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ബേസിക് സാലറി അപ്ഡേറ്റ് ആയി. ഞാനിവിടെ ഡിഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അഡീഷൻ ആണ്, ഇത് ഡിഡക്ഷൻ. ഇനി കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ജനറേറ്റ് ആയിട്ടില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ വ്യൂ ആണ് ആയിട്ടുള്ളൂ. അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് നെറ്റ് സാലറി ഇത്ര വരുന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ജനറേറ്റർ എന്നുള്ള സ്റ്റാറ്റസ് മാറും. ഓക്കെ, ഇനി പ്രൊസീഡ് ടു പേ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പേയ്മെന്റ്, അതായത് പേയ്മെന്റ് ഔട്ട് കാണിക്കുന്നത്. ക്യാഷ് ആണോ, ചെക്ക് ആണോ, ട്രാൻസ്ഫർ ആണോ, എങ്ങനെയാണെന്നുള്ളതും പിന്നെ നോട്ടും. ഇപ്പൊ ഇത് ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്തു എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റാറ്റസ് പെയ്ഡ് ആയി, അതായത് സാലറി പേ ചെയ്തു എന്നായി. ഇനി ഈ പേ സ്ലിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ അവരുടെ ഹെഡിങ് വരും, പേ സ്ലിപ്പ് ഫോർ ദ പീരീഡ് ഓഫ് ജൂലൈ. ഇതൊക്കെ മാറാം, ഇങ്ങനെയായിരിക്കും വരിക. എങ്ങനെയാണ് വരിക. അപ്പൊ ഇത് ഇനി പ്രിന്റിന്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് വരും. അതായത് ബേസിക് സാലറി, ഗ്രോസ് സാലറി, നെറ്റ് സാലറി. ഇതൊരു സാമ്പിൾ ഫോർമാറ്റ് ആണ്. ഇതിപ്പോ അവർക്ക് വേണ്ടി വരിക ഇങ്ങനെ ആയിരിക്കില്ല, പല ഫോർമാറ്റിലും വേണ്ടി വരും. നമ്മള് ഇതിപ്പോ ഇവിടെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ വരും. അപ്പൊ ഇതിങ്ങനെയല്ല, ഇത് ഒരു ജസ്റ്റ് ഒരു സാമ്പിൾ ഫോർമാറ്റ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇതേപോലെ തന്നെയാണ് എല്ലാ ടീച്ചർമാർക്കും ബാക്കിയുള്ളവർക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ജനറേറ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലായില്ലേ, പേ സ്ലിപ്പിന്റെ ജനറേഷന്റെ കാര്യം. ഓക്കെ, ഇതാണ് പേറോള്. പേറോളില് നമുക്ക് ടീച്ചേഴ്സ് സ്റ്റാഫിനുള്ള ഒരു മന്ത്ലി സാലറിയുടെ കാൽക്കുലേഷനും അതിന്റെ പേ സ്ലിപ്പ് ജനറേഷനുമാണ് ഇതിന്റെ പ്രോസസ്സ്. ഇനി അടുത്തത് അപ്ലൈ ലീവ്. ഇപ്പൊ നമുക്ക് സ്റ്റാഫിന് ലീവ് അപ്ലൈ ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. ഇതില് ഇപ്പോ കാറ്റഗറി ക്രിയേറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ലീവ് കാറ്റഗറി, ലീവ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ലീവ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് വേറെയാണ്, അതുകൊണ്ട് ലീവ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ലീവ് ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, സിക്ക് ലീവ്, ക്യാഷ് ലീവ്. ഈ ലീവ് അപ്ലൈ ലീവില് പോയി കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആരെങ്കിലും ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ERP-ല്? ഹലോ, ഓക്കെ. CCTV ആരും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയായിരിക്കും അതിന്റെ അവൈലബിൾ ലീവ് എന്നുള്ളടത്ത് ക്യാഷ് ലീവ് എത്രയാണോ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്, സിക്ക് ലീവ് എത്ര അലോട്ട് ചെയ്തിട്ടുള്ളത് അതിവിടെ കാണിക്കും. അപ്പൊ ഇത് കാണിച്ചു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലീവ് സ്റ്റാർട്ട് ഡേറ്റ്. ഹലോ, സ്നേഹ ലീവ് ചെയ്തോന്ന് ചോദിക്കണേ. പോയല്ലേ? ശരി ശരി, കണ്ടിട്ട്. ഓക്കെ, ലീവ് ഫ്രം ഡേറ്റ് ടു ഡേറ്റ്.
ഇതില് അപ്ഡേഷൻ ഉണ്ട്. ഇത് AM PM വെച്ചിട്ട് വരും. ഇവിടെ ഒരു ഓപ്ഷൻ വരും AM PM, അതായത് ഹാഫ് ഡേ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഫുൾ ഡേയുടെ ആണ് ബേസിക്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യം ലീവ് ഫ്രം ഡേറ്റ് ടു ഡേറ്റ്, ഇതാണ് നമുക്ക് ക്ലയന്റിന് കൊടുക്കാൻ ഫസ്റ്റ് ഉള്ളത്. പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആ അപ്ഡേഷൻ CCTV ആയിട്ട് ഷെയർ ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നീട് അതിന് മുകളിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ലീവ് ഫ്രം ഡേറ്റ് ടു ഡേറ്റ്, അതായത് നമുക്ക് ലീവ് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കാം, റീസൺ പറയാം. ഇനിയിപ്പോ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ഹലോ, ഓക്കെ. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലീവ് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, അത് അവിടെ ഉള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാൻസൽ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ലീവ് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ലീവ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ലേ നമുക്ക് ഒരു പ്രാവശ്യം? സബ്മിറ്റ് ചെയ്യണക്കാട്ട് മുമ്പ് എഡിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അതായത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവലിന് പോയി കഴിഞ്ഞു. അത് പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ? അതെ, ക്യാൻസൽ ചെയ്യാനേ പറ്റുള്ളൂ. അത് പിന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ക്യാൻസൽ ചെയ്ത് പുതിയ ആപ്ലിക്കേഷൻ ആയിട്ട് ഇടണം. അപ്പൊ ഈ ലീവ് ടൈപ്പ് വെച്ചിട്ടാണ്, ലീവ് ടൈപ്പ് ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അപ്ലൈ ലീവിലേക്ക് പോകേണ്ടത്. അതായത് ലീവ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് അപ്ലൈ ലീവിൽ ലീവ് ടൈപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, സ്റ്റാഫ് ഡയറക്ടറിയിൽ പോയിട്ട് നമ്മൾ ലീവ് കൗണ്ട് കൊടുക്കും വേണം. അതായത് ഫോർ എക്സാമ്പിൾ പാഡ് സ്റ്റാഫ് കൊടുക്കുമ്പോൾ ഇവിടെ കണ്ട ഇവിടെ ലീവ് എത്ര എണ്ണം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളോട് പറഞ്ഞു കൊടുക്കണം. ഇത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്താൽ മാത്രമാണ് ഇവിടെ ലീവ് കൗണ്ട് കാണുള്ളൂ. അപ്ലൈ ലീവ് അടിച്ചിട്ട് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ കൗണ്ട് കാണുള്ളൂ, അതായത് ലീവ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഓപ്ഷൻ ഏതായിരുന്നു? ആ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാഫ് ഡയറക്ടറിയിലെ സ്റ്റാഫിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ടതാണ്. അതായത് ഇത് കണ്ടില്ലേ, സിക്ക് ലീവ്, ക്യാഷ് ലീവ്. ഇവിടെ നമുക്ക് ഇവിടെ വീണ്ടും ഈ ലീവ് ടൈപ്പുകൾ മാറും. ഇപ്പൊ സിക്ക് ലീവ്, ക്യാഷ് ലീവ് അല്ലാതെ ഇനി ഒരു ലീവ് പണി വരികയാണെങ്കിൽ ആ ലീവ് പണി വരും. ഇപ്പൊ അതായത് ഇവിടെ ലീവ് ടൈപ്പില് നമ്മളിപ്പോ LOP വരികയാണെങ്കിൽ നമുക്ക് LOPയുടെ കൂടി കണ്ടോ, LOP വന്നു. അപ്പൊ ഇതിന്റെയൊക്കെ കൗണ്ട് ഇവിടെ കൊടുക്കണം. ഇത് കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഡിമിനിഷനിങ് ആണ്. അതായത് കൗണ്ട് ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും. നമ്മൾ ലീവ് എടുക്കുന്നതനുസരിച്ച് കൗണ്ട് കുറഞ്ഞോണ്ടിരിക്കും. LOP നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. LOP നമുക്ക് സാധാരണ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു മന്ത് ഇത്ര ലോസ് ഓഫ് പേ ഉണ്ടാവും നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, നമ്മള് കൊടുക്കാൻ 366 ആയിട്ട് കൊടുക്കാലോ. അപ്പൊ കൗണ്ട് ഡിമിനിഷിംഗ് ആണ്. നമ്മൾ അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് LOP അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എത്ര ലീവ് എടുത്തു എന്നുള്ളതിന്റെ കൗണ്ട് കിട്ടാൻ വേണ്ടിട്ട്. അതായത് ഇപ്പോ അല്ലെങ്കിൽ നമ്മൾ ലീവ് എടുത്തതിന്റെ കൗണ്ട് കിട്ടില്ല. അതായത് ടൈപ്പ് ഓഫ് ലീവിന്റെ ഇപ്പൊ നമ്മൾ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ LOP ടൈപ്പ് ലീവ് കൗണ്ട് എടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു ബെറ്റർ ഓപ്ഷൻ നോക്കുന്നുണ്ട്, ഡെവലപ്മെന്റ് നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ലീവ് ടൈപ്പ് വന്നു, അപ്ലൈ ലീവിൽ വന്നു. അപ്ലൈ ലീവിൽ ഈ ടൈപ്പ് ഒക്കെ എടുത്ത് ലീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനി അപ്രൂവൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ലീവ് റിക്വസ്റ്റ്, ആഡ് ലീവ് റിക്വസ്റ്റ് എടുത്തിട്ട് ഇപ്പൊ ഇവിടെ വരുമ്പോ, അതായത് അപ്രൂവ് ലീവ് റിക്വസ്റ്റ് വരുമ്പോ നമുക്ക് ഒരു സ്റ്റാഫിന്റെ അടുത്ത്, അതായത് HR-നുള്ള പെർമിഷൻ ആണിത്. HR-ന് നമുക്കിപ്പോ ഒരു ആൾക്ക് ലീവ് അപ്ലൈ ചെയ്യണം ഓൺ ബിഹാഫ് ഓഫ് സ്റ്റാഫ്. അത് കൊടുക്കുമ്പോൾ നമ്മളിവിടെ അവിടെയും ലീവ് ടൈപ്പ് സെലക്ട് ആയിട്ട് വന്നിട്ടില്ല. ആ ലീവ് ടൈപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിവിടെ റീസൺ കൊടുത്തു കഴിഞ്ഞാൽ പെൻഡിങ്, അപ്രൂവ്, ഡിസപ്രൂവ്. ഇതിപ്പോ സ്റ്റാറ്റസ് നമുക്ക് ഡയറക്റ്റ് അപ്രൂവ് കൊടുക്കുകയും ചെയ്യാം. ഇവിടെ ഇത് HR-നുള്ള ഒരു പെർമിഷനാണ്. അപ്പൊ ഇത് പെൻഡിങ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ ലീവ് ടൈപ്പ് ഫീൽഡ് ആവാത്തോണ്ടാണ്. അപ്പൊ ഇത് പെൻഡിങ് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ പെൻഡിങ് ആയിട്ട് കാണും, അപ്രൂവ് ഇട്ട് കഴിഞ്ഞാൽ അപ്രൂവൽ ആയിട്ട് കാണും. അത് കഴിഞ്ഞാൽ
ലീവ് അപ്രൂവൽ സെറ്റിംഗ്സ് ഉണ്ട്. നമ്മൾ അത് അഡ്വാൻസ്ഡ് ആണ്, അത് ഇപ്പൊ ഇതിലില്ല. അത് നമ്മൾ പറയുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ ലീവ് അപ്രൂവൽ സെറ്റിംഗ്സ്. ഇപ്പൊ അപ്രൂവൽ ലീവ് റിക്വസ്റ്റിലാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തന്നെയാണ് അപ്രൂവൽ ലീവ് പെൻഡിങ് ഉള്ള ലീവ്, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ലീവ് ഒക്കെ HR ഇവിടെയാണ് കാണാം. അപ്പൊ ഈ വ്യൂ, ഈ അപ്രൂവൽ ലീവ് റിക്വസ്റ്റ് എന്നുള്ള വ്യൂ എല്ലാവർക്കും ഉണ്ടാവില്ല, ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ വേറെ ആർക്കും ഉണ്ടാവില്ല. ഇത് HR മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ അഡ്മിന് മാത്രം, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്. ആർക്കാണോ അത് അവർ പറയുന്നത് അവർക്ക് മാത്രമാണ് വ്യൂ ഉണ്ടാവുള്ളൂ. ആ വ്യൂവിൽ എന്തുണ്ടാവും, ഇവിടെ എല്ലാ സ്റ്റാഫിനെയും ലീവ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. അത് ഇവിടെ ആക്ഷന്റെ സ്ഥലത്ത് നമുക്ക് അപ്രൂവലിന് അപ്രൂവൽ ആണെങ്കിൽ അപ്രൂവൽ, റിജക്ട് ആണെങ്കിൽ റിജക്ട് ചെയ്യാം വിത്ത് റീസൺ, അങ്ങനെ കൊടുക്കാം. അതാണ് ഇവിടുത്തെ ഓപ്ഷൻ. പിന്നെ നമ്മളിപ്പോ ലീവ്, ഒരു സിക്ക് ലീവ് മൊത്തം നമുക്ക് 10 സിക്ക് ലീവ് ഉള്ളത്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നതോറും അവൈലബിൾ സിക്ക് ലീവ് അത് കുറഞ്ഞോണ്ടിരിക്കും അല്ലേ? അതെ, അത് അവിടെ കുറയില്ല, അമൗണ്ട് അവിടെ കുറയില്ല, അതായത് നമ്മൾ എൻട്രി കൊടുത്ത് കുറയില്ല. പക്ഷെ നമുക്ക് ഇവിടെ ലീവ് എടുക്കാൻ പറ്റില്ല, ലീവ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അല്ല, ലീവ് കൗണ്ട് തീർന്നു കഴിഞ്ഞാൽ ലീവ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് റിജക്ട് ആവും അല്ലേ? അതെ അതെ അതെ, അങ്ങനെ. അപ്പോൾ അപ്രൂവ് ലീവ് റിക്വസ്റ്റ്, അപ്ലൈ ലീവ്, ലീവ് ടൈപ്പ്, ഈ മൂന്നും കഴിഞ്ഞ് പേറോൾ കഴിഞ്ഞു, സ്റ്റാഫ് അറ്റൻഡൻസ്, സ്റ്റാഫ് ഡയറക്ടറി കഴിഞ്ഞു. ഇനി നമുക്ക് ടീച്ചേഴ്സ് റേറ്റിംഗ്, അത് ഒരു ഓപ്ഷണലാണ്. അതായത് ഇപ്പൊ ടീച്ചേഴ്സിന് എന്തെങ്കിലും റേറ്റിംഗ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കാണണം എന്നുണ്ടെങ്കിലാണ് ഇതൊരു ടീച്ചേഴ്സ് റേറ്റിംഗ്. അത് അത്ര കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെസിഗ്നേഷൻ, ഇതൊക്കെ സ്റ്റാഫിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സ്റ്റാഫിനെ ആഡ് ചെയ്യാനുള്ള സബ് സെറ്റിംഗ്സ് ആണ്. സ്റ്റാഫിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഡിപ്പാർട്ട്മെന്റ് ഡെസിഗ്നേഷൻ കോളം ഉണ്ട്, ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗണിലേക്കുള്ള ഡാറ്റ വരുന്നത് ഇവിടെ ആഡ് ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിലും ഡെസിഗ്നേഷനിലാണ്. പ്രിൻസിപ്പാൾ ആകുമ്പോ അതായത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അത്. പ്രിൻസിപ്പാൾ ആകുമ്പോ അതായത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? അതെനിക്കറിയില്ല. അത് എനിക്ക് സത്യമായിട്ട് അറിയില്ല. അത് എന്ത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, അത് അവരാണ് തീരുമാനിക്കേണ്ടത്, അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുന്നുള്ളത്. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റ് അവര് പറയുന്ന ഡാറ്റ, അതായത് അവർ പറഞ്ഞ എന്തെങ്കിലും പേര് കൊടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. പ്രിൻസിപ്പാളിന് പ്രിൻസിപ്പാളിന് തന്നെ കൊടുക്കാം ഡിപ്പാർട്ട്മെന്റ് നെയിം, അതൊക്കെ അവരിഷ്ടം. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് എടുത്തതിന്റെ ഡെസിഗ്നേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡെസിഗ്നേഷൻ പ്രിൻസിപ്പാളാണ്, ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ആണോ, മാനേജ്മെന്റ് എന്താണെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ. പിന്നെ അടുത്തത് ഡിസേബിൾ സ്റ്റാഫ്, അതായത് നമുക്ക് സ്റ്റാഫിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റാഫ് ഡയറക്ടറിയിൽ പോയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റാഫിനെ ഡിസേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ സ്റ്റാഫിനെ എടുത്ത് നമുക്ക് ഇത് കണ്ടോ, ഇവിടെ ഡിസേബിൾ എന്നൊരു സാധനം ഉണ്ട്. ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്റ്റാഫിന്റെ ID, ഈ സ്റ്റാഫിനെ ഞാൻ ഡിസേബിൾ ചെയ്തു, ഈ ഡേറ്റിനെ ഡിസേബിൾ ആയി സ്റ്റാഫ്. ഇനി ഇവിടെ തന്നെ നമുക്ക് സ്റ്റാഫിനെ എനേബിൾ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഡിസേബിൾ സ്റ്റാഫിനെ കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രൂപ്പായിട്ട് എത്ര ഡിസേബിൾ സ്റ്റാഫ് ഉണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ ഡിസേബിൾ സ്റ്റാഫ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിസേബിൾ സ്റ്റാഫ്, അതായത് റോള് സെലക്ട് ചെയ്ത് ടീച്ചർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്റ്റാഫ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയാൻ പറ്റും. ഈ ഡിസേബിൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു ക്ലയന്റ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് റിലീവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റാഫിനെ ഡിസേബിൾ ചെയ്യും. പിന്നെ ഡിലീറ്റ് ആവശ്യമാണെങ്കിൽ മാത്രമാണ് ഡാറ്റ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ വെച്ചാൽ ഡാറ്റ ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുതെന്നാണ് പറയുക. കാരണം പഴയ റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റാഫിന്റെ റെക്കോർഡ് കിട്ടണമെങ്കിൽ നമുക്ക് ഡിസേബിൾ സ്റ്റാഫ് വേണം. ഇപ്പൊ ഈ ഒരു വർഷത്തിന്റെ പകുതിക്ക് വെച്ചിട്ടാണ് സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ ആ സ്റ്റാഫിന് അതുവരെയുള്ള സാലറി കൊടുത്തതും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് അവിടെ വേണം. പിറ്റത്തെ വർഷം വേണമെങ്കിൽ ആ ഡാറ്റ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. കാരണം കഴിഞ്ഞ വർഷത്തെ സെഷൻ കഴിഞ്ഞാൽ ആ സ്റ്റാഫിന്റെ ആവശ്യമില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. അങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ചെയ്യാം. പക്ഷെ കറന്റ് സെഷനിലെ ഡാറ്റ ഡിസേബിൾഡ് സ്റ്റാഫ് ആക്കി വെക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് അഭിപ്രായം. കാരണം ഡാറ്റ പിന്നെ കിട്ടില്ല, റിക്കവറി പോസിബിൾ അല്ല. കാരണം ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ മൊത്തം ഡിലീറ്റ് ആയി പോകും. ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആക്സസ് ഒന്നും ഉണ്ടാവില്ല. പകരം നമുക്ക്, അതായത് ആസ് എ അഡ്മിൻ പ്രിൻസിപ്പാളിനും അവർക്ക് ഡിസേബിൾഡ് സ്റ്റാഫിനെ കാണാൻ പറ്റും. അതായത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പൊ ഇത് എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരുടെ ഡിസേബിൾഡ് സ്റ്റാറ്റസിൽ ഇതിപ്പോ വർക്കിംഗ് അല്ല,
ഇങ്ങനത്തെ അതായത് ഈ റെഡ് കളറിൽ ഇങ്ങനെ ഇത് വരും, ഡിസേബിൾ സ്റ്റാറ്റസ്. ഇതിപ്പോ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാറ്റസ് ചേഞ്ച് ആവും, വൈറ്റ് ആവും, അല്ലെങ്കിൽ റെഡ് ആയി വരും. അത് സെർവർ ഇതായതാ, സെർവർ ബിസി ആയതാ, അങ്ങനെ. ഓക്കെ, ഇത് എനേബിൾ ചെയ്യാനും പറ്റും. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഡെസിഗ്നേഷൻ ഡിസേബിൾ സ്റ്റാഫ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് ലൈബ്രറി എന്ന് പറയുന്നതിൽ കുറച്ച് ആൾക്കാർ പ്രശ്നം പറയും. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുള്ള സിസ്റ്റം എങ്ങനെയാണ്, അതായത് ലൈബ്രറിയിൽ ഫസ്റ്റ് ബുക്ക് ലിസ്റ്റ്, ബുക്കിന് ആഡ് ചെയ്യാനുള്ള ലിസ്റ്റ്. അപ്പൊ ഇവിടെ ആഡ് ബുക്ക് എന്നുള്ള ബട്ടൺ ഉണ്ട്, ഇവിടെ ബുക്ക് ഫോട്ടോ ഉണ്ട്, ബുക്ക് ടൈറ്റിൽ ഉണ്ട്, ബുക്ക് നമ്പർ, ISBN നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ ISBN നമ്പർ സെർച്ച് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിള് അജയ് ചേട്ടു, ഏതെങ്കിലും ബുക്കിന്റെ പേര് അടിച്ചിട്ട് ഇങ്ങനെ അടിച്ചാൽ ISBN നമ്പർ ഓഫ് വിങ്സ് ഓഫ് ഫയർ. അന്നത്തെ ഒരു ഡെമോയിൽ അങ്ങനെ കാണിച്ചത്, ISBN നമ്പർ ഓഫ് വിങ്സ് ഓഫ് ഫയർ അടിച്ചപ്പോ കറക്റ്റ് നമ്പർ വന്നു. അതായിരുന്നു ഷിഹാസ്ക് ഇങ്ങനെ ചെയ്തേ, ആളുടെ ഡെമോ ഉണ്ടായിരുന്നു. ഇതെടുക്കല്ലേ, അതെന്നു തോന്നുന്നു. ISBN നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്കിന്റെ ഐഡന്റിറ്റി നമ്പർ. ഇപ്പൊ ആമസോൺ ഇറക്കുകയാണെങ്കിൽ ഒരു നമ്പർ, വേറെ ഏതാണെങ്കിൽ ഒരു നമ്പർ, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, അത് ഇന്റർനാഷണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. ഓഹോ. ഇപ്പൊ ISBN നമ്പർ വന്നപ്പോ ഇവിടെ ബാർകോഡ് ക്രിയേറ്റ് ആയി. ഓഹോ. അപ്പൊ ആ ISBN നമ്പർ ആണ് ആ ബുക്കിന്റെ ബാർകോഡ്. അതേപോലെ ബുക്കിന്റെ പേര്, ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ പേരാണോ? അതെ, ബുക്കിന്റെ ടൈറ്റിൽ. ഇതിപ്പോ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ആയിട്ട് വരും ഓട്ടോമാറ്റിക്കലി. പബ്ലിഷർ മോദറൊക്കെ വരുന്നതാണ്. അപ്പൊ ബാക്കിയുള്ളതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വരാത്തായിരിക്കും. അപ്പൊ അത് ഇതൊക്കെ ഓദർക്ക് ഫില്ലായി വന്ന് കാറ്റഗറി വരും. ഇപ്പൊ ഫിക്ഷൻ അല്ലെങ്കിൽ മറ്റേ സയൻസ് അങ്ങനെ അത് വരില്ല, കാറ്റഗറി വരില്ല. സബ്ജക്ട് വരും, പബ്ലിഷർ സബ്ജക്ട്, ഓദർ നെയിം, ബുക്ക് ടൈറ്റില്, ബുക്ക് നമ്പർ വരില്ല. ബുക്ക് നമ്പർ നമ്മൾ കൊടുക്കണം. പിന്നെ പോസ്റ്റ് ഡേറ്റ്, ബുക്ക് പ്രൈസ് നമ്മൾ കൊടുക്കണം, ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കണം, റാക്ക് നമ്പർ നമ്മൾ കൊടുക്കണം. ബാക്കിയുള്ള ഒരുവിധം ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് ഇതില് ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു ബുക്ക് നമ്പർ ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ ഒരു ബുക്ക് ഇല്ല എന്നാണ് പറയുന്നത്. എന്താ സംഭവിച്ചോണ്ടിരിക്കണത് എനിക്ക് മനസ്സിലായില്ല. ISBN നമ്പർ കൊടുത്ത് ആ ബുക്കിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ISBN നമ്പർ എടുത്തിട്ട് ബുക്കിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ് ചെയ്യുന്നത്. സേവ് ആയില്ലേ? സേവ് അല്ല ചെയ്യണേ. അതായത് ബുക്കിന്റെ ഡീറ്റെയിൽസ്, അതായത് ഇപ്പൊ ബുക്ക് എടുത്തിട്ട് ഞാൻ ടാബ് അടിച്ചു കഴിഞ്ഞാൽ
അവിടെ ഉണ്ടാ കാൻ ഫൈൻഡ് ദർ ഇസ് നോ ബുക്ക് ഫൗണ്ട് വിത്ത് ദിസ് ISBN നമ്പർ. അതായത് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യാണ്, അതായത് ഈ ആപ്ലിക്കേഷനിലെ ഒരു ഫീച്ചർ സെർച്ച് ചെയ്യാണ് ആ ബുക്കിന്റെ ISBN നമ്പർ. ISBN അജയ് ചേട്ടോ, ഞാനിപ്പൊ തന്നെ ചാറ്റില് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അതൊന്നും തോന്നുന്നുട്ടാ, ഈ നമ്മുടെ വിങ്സ് ഓഫ് ഫയറിന്റെ ISBN 10 എന്ന് പറഞ്ഞ വന്നിട്ടുണ്ട് സെർച്ച് ചെയ്തപ്പോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നോക്കാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അജയ് ചേട്ടാ. ഓക്കെ ഓക്കെ. there is no book found with the ISBN number. അതും വരുന്നില്ല. അതായത് അത് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഇവിടെ സബ്ജക്ട്, പബ്ലിഷർ, ഓതർ എല്ലാം വരും. അല്ല ഞാൻ ചോദിക്കട്ടെ, ആ ബുക്കിന്റെ മുകളിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ ISBN നമ്പർ? ഉണ്ടാവും. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ അവർക്ക് അത് നോക്കി ടൈപ്പ് ചെയ്യാല്ലേ. ലാസ്റ്റ് ട്രൈ നടത്തി നോക്കാം. ചിലപ്പോ അതിന്റെ അതായത് API എന്തെങ്കിലും ചേഞ്ച് ആയി പോയിണ്ടാവും. ബുക്ക് ടൈറ്റിൽ ഫീൽഡ് ഈസ് റിക്വയർഡ്, അതൊന്ന് കൊടുത്ത് നോക്കിയാലോ? അല്ലല്ല, അത് സേവ് ചെയ്യാനല്ല. സേവ് ചെയ്യണേക്ക് മുമ്പ് ഈ ഫീൽഡുകൾ ഓട്ടോമാറ്റിക്കലി ഫിൽ ആയിട്ട് വരണം. ഓക്കെ, അതാണ് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ API, അതായത് ഇത് പുറമെ നല്ലൊരു API വെച്ചിട്ടാണ് ചെയ്യുന്നത് ISBN സെർച്ച്. കാൻ ഫൈൻഡ് ദർ ഇസ് നോ ബുക്ക് ഫൗണ്ട് വിത്ത് ISBN നമ്പർ. അപ്പൊ അതെന്തോ എററാണ്. അപ്പൊ അതങ്ങനെ വരും ഓട്ടോമാറ്റിക്കലി, ഇതൊക്കെ ഫിൽ ആവും. അതേപോലെ ഈ ബാർകോഡ് വരും, ഈ ഇമേജ് കൂടെ വരും അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിന്റെ ലിസ്റ്റായി. ബുക്കിന്റെ ലിസ്റ്റ് ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ബുക്കിന്റെ ലിസ്റ്റുകൾ വരിക. ഇങ്ങനെയാണ് വരിക. ഇവിടെ ഒരു ISBN നമ്പർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ എക്സ്പയറി ആയി പോയിണ്ടാവും APIയുടെ ക്രെഡൻഷ്യല്. അപ്പോ ഇത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും. ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു ബുക്കിന്റെ ലിസ്റ്റ് ആയി. ഇത് നമുക്ക് CSV അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഇമ്പോർട്ട് ബുക്ക് കണ്ടില്ലേ ഇവിടെ നമുക്ക് ആ ലിസ്റ്റ്, അതായത് ഇങ്ങനെ ബുക്ക് ടൈറ്റിൽ ഇത് ഇങ്ങനെയുള്ള ലിസ്റ്റിലെ ഡാറ്റ CSV ഫയലായി കിട്ടി കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ബുക്ക് ലിസ്റ്റിൽ വരിക. അപ്പൊ ബുക്ക് ലിസ്റ്റിൽ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ അത് ലിസ്റ്റ് ആയി വരും ചെയ്യും. ഇതിലൂടെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ബുക്കുകള്. ഇനി അടുത്തത് ഇഷ്യൂ റിട്ടേൺ. അതായത് ഇപ്പൊ ബുക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈബ്രറിയിൽ, ഇനി ഇഷ്യൂ റിട്ടേണിന് മുമ്പ് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാൻ പറ്റണം, സ്റ്റാഫിനെ ആഡ് ചെയ്യണം. ക്ലാസ് സെക്ഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വരും. അപ്പൊ നമുക്ക് സ്റ്റുഡൻസ് ഇതിപ്പോ എല്ലാവരും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. മെമ്പർ ID ക്രിയേറ്റ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിക്കാൻ, ഇപ്പൊ അതായത് ഇത് ആഡ് സ്റ്റുഡന്റ്, അതായത് ലൈബ്രറിക്ക് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് അതാ ഇവിടെ പ്ലസ് ബട്ടൺ വരും. ഇപ്പൊ ഇവിടെ ഈ കുട്ടിക്ക് മെമ്പർ ID ഇല്ല, ലൈബ്രറി കാർഡ് നമ്പറും ഇല്ല. ഇപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ലൈബ്രറി കാർഡ് നമ്പർ ഓഫ് ബുക്ക് ഇഷ്യൂ, എത്ര ഒരു ഇഷ്യൂല് എത്ര ബുക്ക് വരെ എടുക്കാം. ആഡ് ഇപ്പൊ ഉണ്ടോ, ലൈബ്രറി കാർഡ് നമ്പർ വന്നു, മെമ്പർ ID വന്നു. ആ കുട്ടി ഇഷ്യൂ ചെയ്യപ്പെട്ടു, ആ കുട്ടിക്ക് ലൈബ്രറി കാർഡ് ഇഷ്യൂ ചെയ്തു. അങ്ങനെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ സ്റ്റാഫിനെ ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റാഫിനെ ആഡ് ചെയ്യാൻ സെപ്പറേറ്റ്.
ഇവിടെ നമുക്ക് ഈ സ്റ്റാഫിനെ ആഡ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാഫിന്റെ ലൈബ്രറി കാർഡ് നമ്പർ, അപ്പൊ ആ സ്റ്റാഫ് ആഡ് ആയി. മെമ്പർ ഐ ഡി, ലൈബ്രറി കാർഡ് നമ്പർ കിട്ടി, ആ സ്റ്റാഫ് ആഡ് ആയി. ഇതാണ് ആഡ് ലൈബ്രറിക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആഡ് ചെയ്താൽ മാത്രമാണ് ഇഷ്യൂ റിട്ടേണിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇഷ്യൂ റിട്ടേണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മെമ്പർ ഐ ഡി വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലാസ്റ്റ് ആഡ് ചെയ്തത് ഇത്, അതിനു മുമ്പ് കുറച്ച് പേര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇഷ്യൂ റിട്ടേണിലേക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. അല്ല, നമ്മളിപ്പോ ഒരു ബുക്ക് എടുക്കുമ്പോ അത് എൻ്റർ ചെയ്യില്ലേ? ഒരു വിദ്യാർത്ഥി ഒരു ബുക്ക് എടുക്കുകയാണ്, ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുക്കുകയാണ്, അത് എൻ്റർ ചെയ്യില്ലേ? അപ്പൊ ഒരു മിനിറ്റ്, അവിടേക്കാണ് പോണത്. ഇവിടേക്ക് പോന്നു. ഓക്കെ, ഇവിടെ അങ്ങനെ ബുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അവൈലബിൾ ക്വാണ്ടിറ്റി 6 ആ ബുക്ക്. അപ്പൊ ബുക്കിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവൈലബിൾ ക്വാണ്ടിറ്റി കാണിക്കും. റിട്ടേൺ ഡേറ്റ് എന്നാന്നുള്ളത് നമ്മൾ എന്നാണ് റിട്ടേൺ കൊടുക്കേണ്ട ഡേറ്റ് അതൊന്ന് അയച്ചിട്ട് ഇവിടെ സേവ് ചെയ്യണം. ഇതിപ്പോ ആരുടെ പേരിലാണ് ബുക്ക്? താഴെ കാണിക്കുന്ന വിദ്യാർത്ഥിയല്ലേ, സിലാസ്? അല്ലല്ല, അത് ബുക്കിന്റെ പേരാ. ഇവിടെയാണ് എടുക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് വരിക. ഓക്കെ ഓക്കെ. ഈ സൂപ്പർ അഡ്മിൻ എന്ന് പറഞ്ഞ ആൾക്കാണ് ഇപ്പൊ ചെയ്തേക്കുന്നത് ബുക്ക്. അതെ, അപ്പൊ ഇത് ഞാൻ ടെസ്റ്റിന് വേണ്ടി ചെയ്യണതാണ്. ഓക്കെ, അപ്പൊ വീണ്ടും ബുക്ക് എടുക്കണമെങ്കിൽ വേറെ ഇവിടെ ടൈപ്പ് ചെയ്ത പേര് ടൈപ്പ് ചെയ്താൽ ഇവിടെ ബുക്ക് വരും, അവൈലബിൾ ക്വാണ്ടിറ്റി കാണിക്കും, സേവ് ചെയ്യുക. അപ്പൊ ഇവിടെ ബുക്ക് എടുത്തത് ഇവിടെ കാണിക്കും. ഇനിയിപ്പോ ബുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ അതിനിപ്പോ റിട്ടേൺ ചെയ്യണത് ഇവിടെയാണ്. റിട്ടേൺ ആ ബുക്കിന്റെ പേര് കാണിക്കും. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ഡേറ്റ് എന്നാന്ന് കൊടുക്കുക, ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക, സേവ് കൊടുക്കുക. ഇതിപ്പോ ഏത് ഓപ്ഷൻ ആയിരുന്നു ഈ ബുക്ക് ഇഷ്യൂ ചെയ്യണത്? ബുക്ക് ഇഷ്യൂ ചെയ്യുന്നത് മുകളിലേ ഇഷ്യൂ ബുക്ക് അല്ല, അത് അതിന്റെ മെയിൻ മെനു ഏതായിരുന്നു? ലൈബ്രറി, അതായത് ബുക്ക് ഇഷ്യൂ റിട്ടേൺ. ഇതിപ്പോ ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ എടുത്താണ് ബുക്ക് ഇഷ്യൂ റിട്ടേൺ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട്. ബുക്ക് അതായത് ഇഷ്യൂ റിട്ടേൺ എന്നാണ് അതിന്റെ മെനു നെയിം. ഇഷ്യൂ റിട്ടേൺ എന്നുള്ളത് പേര് മാറ്റിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ബുക്ക് ഇഷ്യൂ റിട്ടേൺ സ്റ്റാഫ് എന്നാക്കി. അത് സ്റ്റുഡൻസിന് സെപ്പറേറ്റും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ബുക്ക് ഇഷ്യൂ ചെയ്യണത് മുകളില്, ബുക്ക് ഇഷ്യൂ റിട്ടേൺ ചെയ്യണത് ഇവിടെ. ഇതിപ്പോ റിട്ടേൺ ചെയ്ത ബുക്കാണ് ഇവിടെ കാണുന്നത്, താഴെ കാണുന്നത്. റിട്ടേൺ ചെയ്യാൻ ബുക്ക് മുകളിൽ കാണുന്നത്. അതിന് ഒരു റിവേഴ്സ് ആരോ ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഇഷ്യൂ റിട്ടേൺ മനസ്സിലായില്ലേ? ഇതിപ്പോ നമ്മള് സ്റ്റുഡൻസിനെയും സ്റ്റാഫിനെയും സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ രണ്ടും ഇതായിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഈ ലൈബ്രറിയിൽ ഇത്രയാണ് ഉള്ളത് നമുക്ക്. ഓക്കെ, പിന്നെ അടുത്തത് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഓഫീസ് ഐറ്റംസിന്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇൻവെന്ററി നമ്മളിപ്പോ ഇതിൽ ചെയ്തിരിക്കുന്നത്. അതായത് ഐറ്റം കാറ്റഗറി, ആർക്കാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, എന്താന്നുള്ളത്. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു നമ്മുടെ ഐ ടിയിലൊക്കെ ആണെങ്കിൽ ഒരു അസറ്റ് മാനേജ്മെന്റ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ, ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ചിലപ്പോ പ്രൊജക്ടർ ആവശ്യം വരും ചില സമയത്ത്. അതായത് ക്ലാസിക് പ്രൊജക്ടർ ആവശ്യമുണ്ട്, പ്രൊജക്ടർ സ്ക്രീൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഷെയറിംഗ് ആണെങ്കിൽ അത് ഒരാൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ റിട്ടേൺ ചെയ്യേണ്ട സമയം റിട്ടേൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാം. അതായത് ഇഷ്യൂ എന്നാ ചെയ്ത് റിട്ടേൺ എന്നാ ചെയ്ത് എന്നുള്ളത് അറിയാം. അതുപോലത്തെ ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ് റിട്ടേൺ ചെയ്യേണ്ടത് അതാണ് ബേസിക്കലി. അത് തന്നെ ഇവിടെ ഇഷ്യൂ ഐറ്റം ചെയ്യാൻ ഇവിടെ ആഡ് ചെയ്യാം. അതോടെ യൂസർ ടൈപ്പ്, ആർക്കാണ് അസൈൻ ചെയ്യുന്ന ഇഷ്യൂ ടു, ഏതാണ് ടീച്ചർ, ഇഷ്യൂഡ് ബൈ, ആരാണ് ഇഷ്യൂ ചെയ്യുന്ന ആള്, പിന്നെ ഇഷ്യൂ ഡേറ്റ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതെന്നാണ്. എല്ലാ ഓപ്ഷനും അവര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. അല്ല, ഇത് ബേസിക്കലി ഇത് ഇങ്ങനെയാണ്. പിന്നെ നോട്ട് ഐറ്റം കാറ്റഗറി, ഏത് ഐറ്റം ആണ്
കാറ്റഗറി ഐറ്റം ക്വാണ്ടിറ്റി എത്രയാണ് എടുത്തിരിക്കണേ, അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂ ആവും ആളുടെ പേരിൽ, അതിവിടെ ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് കാണിക്കും. ഇവിടെ നമുക്ക് ഈ സ്റ്റാറ്റസ് ഇഷ്യൂ ചെയ്ത സ്റ്റാറ്റസ് കാണിച്ചു കഴിഞ്ഞാൽ അവർ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ടു റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിട്ടേൺ കൊടുക്കുക. അപ്പൊ അത് റിട്ടേൺ ആവും. അതാണ് ഇഷ്യൂ മറ്റേ ഇൻവെന്ററി. പിന്നെ ആഡ് ഐറ്റം സ്റ്റോക്ക്, ഇവിടെ നമ്മൾ എത്ര ഐറ്റം ഉണ്ടെന്ന് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നത്, സ്റ്റോർ ഐറ്റം സ്റ്റോക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതിന്റെ ക്വാണ്ടിറ്റി പ്ലസും മൈനസും ചെയ്യണതും, പിന്നെ പർച്ചേസ് പ്രൈസ്, അതായത് ഒരു ഇൻവോയ്സ് ക്രിയേഷൻ അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് ഒരു ഇൻവോയ്സ് പോലെ ക്രിയേറ്റ് ചെയ്യണത്. പിന്നെ ആഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് ഐറ്റം കാറ്റഗറി ആണ്. ഐറ്റം കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ആഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ, എന്താണ് ഐറ്റത്തിന്റെ എന്താ കാറ്റഗറി നോക്കിയിട്ട് അതിൽ യൂണിറ്റ് എത്രയാണ്, ഡിസ്ക്രിപ്ഷൻ എത്രയാണ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ വരും. അപ്പൊ ഇതൊക്കെയാണ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിംഗ്സിന് വേണ്ടിയുള്ള സബ് സെറ്റിംഗ്സ് ആണ് ഇതൊക്കെ. ഐറ്റം കാറ്റഗറി, ഐറ്റം സ്റ്റോർ. ഇതെന്ന് വെച്ചാൽ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്കൂളിൽ സ്കൂൾ തന്നെ സ്റ്റോർ നടത്തണമെങ്കിൽ ആ സ്റ്റോറിന്റെ കോഡ്, അതായത് സ്റ്റോർ 1 സ്റ്റോർ 2 ഏതാണെന്ന് വെച്ചെങ്കിൽ, അതായത് 2 പോയിന്റ് ഉണ്ട്, സെയിൽസ് പോയിന്റ് അല്ലെങ്കിൽ എന്താ പറയാ ഇഷ്യൂ പോയിന്റ് ഉണ്ടെന്ന് വെച്ചോ. അതായത് 2 ഓഫീസിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്, പല ഓഫീസിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചെങ്കിൽ, ഇപ്പൊ സ്റ്റുഡൻസിന് നമ്മൾ ചിലത് ഇഷ്യൂ വരും. അതായത് ഇപ്പൊ PT പീരീഡിൽ നമ്മള് ക്രിക്കറ്റ്, ബോള്, ബാറ്റ്, സ്റ്റംപ് അതൊക്കെ ഇഷ്യൂ വരും. ഫുട്ബോള്, പിന്നെ ക്യാരം ബോർഡ്, അങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ഏത് പോയിന്റ് നിന്നാണ് ഇഷ്യൂ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. പിന്നെ ഐറ്റം സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകാർ പർച്ചേസ് ചെയ്യണ ഐറ്റംസിന്റെ സപ്ലയറിന്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യാനുള്ളത്. അതായത് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു, ഒരാൾ ഐറ്റം സപ്ലയറെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആ കോൺടാക്ട് ചെയ്യണതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ്. അതായത് ഇപ്പൊ ഫർണിച്ചർ ആവാം, സ്പോർട്സ് മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ ടീച്ചിങ് മെറ്റീരിയൽ ആവാം, എന്ത് വേണേ ആവാം. അപ്പൊ അതിനൊക്കെ സപ്ലയേഴ്സിന്റെ ലിസ്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരു ഇത്. ഇത്രയാണ് ഇൻവെന്ററി. പിന്നെ ട്രാൻസ്പോർട്ടും ഹോസ്റ്റലും ഫുൾ ഡെവലപ്ഡ് അല്ല. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് ക്രിയേറ്റ് ചെയ്യാം, റൂട്ടും ഫെയറും ക്രിയേറ്റ് ചെയ്യാം. ഇത് നമുക്ക് എവിടെ കിട്ടും, സ്റ്റുഡൻസിന് ആഡ് ചെയ്യുമ്പോൾ റൂട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. റൂട്ടും നമുക്ക് വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്യാം, വെഹിക്കിളിന്റെ ഐഡിയും ഡീറ്റെയിൽസ് ഇവിടെ കീപ്പ് ചെയ്ത് വെക്കാം. അതേപോലെ ആ റൂട്ടിക്ക് ഇപ്പൊ വെഹിക്കിളും റൂട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ റൂട്ട് 1 ആണെങ്കിൽ ആ റൂട്ട് 1 ഏതൊക്കെ വെഹിക്കിളാണ് പോണെന്നുള്ളത് നമുക്ക് വെക്കാം. അപ്പൊ അത് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ലിസ്റ്റ് ആയിരിക്കും നമുക്ക് ആ റൂട്ടില് അസൈൻ ചെയ്യുമ്പോൾ, സ്റ്റുഡൻസിന് അസൈൻ ചെയ്യുമ്പോൾ കിട്ടുക. അതായത് സ്റ്റുഡന്റ് ഇൻഫോർമേഷനില്, സ്റ്റുഡന്റ് അഡ്മിഷനില് നമുക്ക് ഇവിടെ വെഹിക്കിൾ റൂട്ട് റൂട്ട് ലിസ്റ്റ് കണ്ടോ ആണെങ്കിൽ അത് അവിടേക്ക് ഇതാണ് തൃശ്ശൂർ അമ്മല കണ്ട. ഓരോ റൂട്ടിലും ഓരോ വണ്ടി അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഈ വണ്ടിയിലായിരിക്കും ആ കുട്ടി ഉണ്ടാവുക എന്നുള്ളത് അറിയാൻ പറ്റും. സോ അതാണ് അവിടെ ബേസിക്കലി ട്രാൻസ്പോർട്ടിൽ നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. അസൈൻ വെഹിക്കിളിലാണ് നമ്മൾ റൂട്ടും വെഹിക്കിളും നമ്മൾ അസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഈ റൂട്ടില് തൃശ്ശൂർ അമ്പലയിൽ ഈ റൂട്ടുണ്ട്, തൃശ്ശൂരിൽ ഈ ബസ് അല്ലെങ്കിൽ വണ്ടി പോകുന്നുണ്ട്, റൂട്ട് 2 ഈ വണ്ടിയാണ് പോകുന്നത് എന്നുള്ള കാണിക്കാൻ വേണ്ടി. സോ ഈ ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ അവിടെ റൂട്ടില് സ്റ്റുഡന്റ് ഡീറ്റെയിൽസിൽ കൊടുക്കേണ്ടത്. അപ്പോ ഇത്രയാണ് ഈ ട്രാൻസ്പോർട്ടിലുള്ളത് നമ്മുടെ ബേസിക് പാക്കിൽ. ഇനി ഹോസ്റ്റലിലാണെങ്കിൽ നമുക്ക് ഹോസ്റ്റലാണെങ്കിൽ നമുക്ക് ആദ്യം ഹോസ്റ്റല് പേര്, എത്ര ഹോസ്റ്റൽ ഉണ്ട്, ഇപ്പൊ ഒന്നിൽ കൂടുതൽ ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 എന്ന് വെച്ച് കൊടുക്കില്ലേ, ഹോസ്റ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 അങ്ങനെ അത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് റൂം ടൈപ്പ്, നമുക്ക് ഡബിൾ റൂം, 4 ബെഡ് അല്ലെങ്കിൽ ഷെയർ റൂമിന്റെ അനുസരിച്ച് ഡബിൾ ഷെയറിംഗ് റൂം, സിംഗിൾ റൂം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റൂം, അങ്ങനെ റൂം ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ സെറ്റിങ്സ്. അത് കഴിഞ്ഞാൽ ഹോസ്റ്റൽ റൂംസ്, അതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റൂം നമ്പർ, നെയിം കൊടുത്തിട്ട് പിന്നെ ഹോസ്റ്റൽ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം, അതിൽ റൂം ടൈപ്പ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം, നമ്പർ ഓഫ് ബെഡ് എത്രയുണ്ടെന്നുള്ളത് സെലക്ട് ചെയ്യാം, കോസ്റ്റ് പെർ ബെഡ് സെലക്ട് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബോയ്സ് ഹോസ്റ്റല് റൂം നമ്പർ നെയിം 1,
അതിലേക്ക് ഇപ്പോ എങ്ങനെയായിരിക്കും, ബി ബ്ലോക്ക് ആണെങ്കിൽ B1-2 എന്നാണെങ്കിൽ അതായിരിക്കും ഇതിന്റെ നമ്പർ വരിക, ഏത് റൂമിന്റെ നമ്പർ. അത് ഏത് ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ 1 ആണെങ്കിൽ B1 ആണെങ്കിൽ B1. അത് കഴിഞ്ഞിട്ട് റൂം ടൈപ്പ് ഡബിൾ ആണോ 4 ബെഡ് ആണോ, നമ്പർ ഓഫ് ബെഡ്, ഇത് നെയിം, നമ്പർ ഓഫ് ബെഡ് എത്രയുണ്ട്, കോസ്റ്റ് പെർ ബെഡ്, അതായത് ഒരു ബെഡിൽ എത്രയാണ് കോസ്റ്റ് എന്നുള്ളത്. അതിപ്പോ ഓരോന്ന് ടൈപ്പ് ഡിസ്ക്രിപ്ഷൻ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബെഡ് 4 സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ B1-2 ഹോസ്റ്റൽ 1 ഡബിൾ റൂം 4 250. ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. ഹോസ്റ്റലിലെ ഓരോ ബെഡിന്റെയും കോസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത്രയാണ് ഈ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റില്ല. അതോ ഇത് ഡെവലപ്പ് ആയിട്ടില്ല, ഇത്രയാണ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് ഹോസ്റ്റലില് ഇങ്ങനെയാണ് കോസ്റ്റ് പെർ ബെഡ് എന്നുള്ളതൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. ഇത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടില്ല ആദ്യം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ബേസിക് ആയിട്ട് ഇത് ഇങ്ങനെയാണ് വരിക. അതായത് ഹോസ്റ്റൽ റൂംസ്, ഹോസ്റ്റൽ ടൈപ്പ് ഹോസ്റ്റല്. ഇനി ഇത് നമ്മള് ഡയറക്റ്റ് വിദ്യാർത്ഥികൾക്ക് അസൈൻ ചെയ്യാൻ പറ്റും. വിദ്യാർത്ഥികൾക്ക് അസൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതും ഇത് തമ്മിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇവിടെ ഹോസ്റ്റൽ ഡീറ്റെയിൽസ് സെലക്ട് ഹോസ്റ്റൽ 1 റൂം നമ്പർ ആണെങ്കിൽ B2 ഡബിൾ റൂം ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് പേയ്മെന്റ് റിസീവ് ചെയ്യാനോ അങ്ങനെ ഒന്നും കാണിക്കില്ല. ഇത് ജസ്റ്റ് അവര് ഇങ്ങനെ ഹോസ്റ്റൽ റൂം യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ഇതാണ് ഹോസ്റ്റൽ റൂം, ഇതാണ് അവരുടെ പേയ്മെന്റിന്റെ സ്കീം എന്നുള്ളത് അറിയാൻ പറ്റും. ഇതാണ് ഹോസ്റ്റല്, ഇത്രയാണ് ഹോസ്റ്റല്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഹോസ്റ്റൽ റൂം ഇവിടെ ആ കുട്ടിക്ക് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽസിൽ ഹോസ്റ്റൽ റൂം കാണാൻ പറ്റും. അങ്ങനെ. ഇനി സർട്ടിഫിക്കറ്റില് നമുക്ക് ഇത് ടെംപ്ലേറ്റ്സ് ആണ്. അത് ഫീസിന് അത് അവസാനം വരാം. അത് വലിയൊരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ അതിന്റെ അവസാനിക്കുക ചെയ്യുന്നത്. അല്ല, ഫീസ് കളക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പൊ അതിൽ ഫീ മാസ്റ്ററിൽ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ ബസ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീസ് എന്നിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ഹെഡ്. അത് ഫീ മാസ്റ്ററിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാത്തത്. കാരണം അവിടെ ഈ ഫീ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് ബസിന്റെ ഇതിന്റെ സെപ്പറേറ്റ് ഫീസ് ക്രിയേറ്റ് ചെയ്യാതെ ആ ഫീ കളക്ഷനിൽ തന്നെ നമ്മൾ ഫീ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഫീസിന്റെയും സെപ്പറേറ്റ് ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരൊറ്റ വ്യൂവിൽ നമുക്ക് ഒരു കുട്ടിയുടെ എല്ലാ ഫീസും കിട്ടും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യാത്തത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ടൈപ്പ് ഉണ്ട് നമ്മുടെ കയ്യില്. അത് ഇങ്ങനെ ഈ കുട്ടിക്ക് ഇന്നതാണ് എടുത്തിരിക്കുന്നത് അറിയാൻ വേണ്ടി മാത്രം. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ടെംപ്ലേറ്റ്സ് ആണ് ഇത്. പക്ഷേ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. കാരണം ഇത് നമ്മൾ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു. കാരണം സ്റ്റുഡന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിസ്റ്റൽ റിപ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഗ്യാരണ്ടി, പിന്നെ സ്റ്റുഡന്റ് ID കാർഡ്, ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ID കാർഡ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ സർട്ടിഫിക്കറ്റിന്റെ പേജ് ഇത് നമ്മൾ എന്റർടൈൻ ചെയ്യുന്നില്ല. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ടെംപ്ലേറ്റ് ആണ്, ഓരോ ടെംപ്ലേറ്റ് ആവുക. സാമ്പിൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കണ്ടില്ലേ. ഇത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് എല്ലാത്തിനും ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ ഇത് നമ്മൾ അത്ര എന്റർടൈൻ ചെയ്യുന്നില്ല. അത് അവർ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സാമ്പിൾ ജനറൽ സർട്ടിഫിക്കറ്റ് 9A. ഒരു കുട്ടീനെ ജനറേറ്റ് ചെയ്യാം. പക്ഷെ വർക്കാവാനുള്ള ചാൻസ് ഇല്ല. കാരണം അത് അത്ര എന്റർടൈൻ ചെയ്യാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഇത് ID കാർഡിന്റെ ഒരു സെറ്റിങ്സും കാര്യങ്ങളും. പക്ഷെ ഇതൊന്നും നമ്മളിപ്പോ അവരോട് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. ജനറേറ്റ് ID കാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വർക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ജനറേറ്റ് ആവില്ല.
അതായത് നമ്മൾ അതിന്റെ ടെംപ്ലേറ്റ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ വെച്ചാൽ അവർ പറഞ്ഞ ടെംപ്ലേറ്റിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പൊ ഇത് പ്രീ ഡിറ്റർമൈൻഡ് ടെംപ്ലേറ്റ് ആണല്ലോ. അപ്പൊ അവരെപ്പോഴും അതിന് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഇതിനു മുകളിൽ കസ്റ്റം ചെയ്യാൻ എളുപ്പമല്ല. അതിന് പകരം നമുക്ക് ഒരു ഡിസൈനറെ കൊണ്ട് നമുക്ക് ആ ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഡാറ്റ മാത്രം അതിനുള്ളിൽ പുള്ളി തീർത്താൽ മതി. ഇതിപ്പോ നമ്മള് പ്രീ ഡിറ്റർമൈൻഡ് വെച്ചിരിക്കുന്ന കാരണം ഇവർക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറയും. സൈസ് കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് അതിന്ന് ചെയ്യണില്ല. അപ്പൊ ഇത് നമ്മള് ഈ സർട്ടിഫിക്കറ്റിന്റെ ഫീൽഡ് നമ്മൾ തൽക്കാലം അവർ പറയുകയാണെങ്കിൽ മാത്രം, അതായത് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് ഇതില് മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുക്കും. ഇനി അലുമിനി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലീവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റുഡന്റ് അലുമിനിക്ക് മാറുന്നു പ്രൊമോഷനിൽ. അപ്പൊ ഇതാണ് അലുമിനി മാനേജ്മെന്റ്. നമുക്ക് പാസ് ഔട്ട് എന്നാണ് ലീവ് ചെയ്തത് അത് നോക്കാം. ക്ലാസ് 9 സെക്ഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീവ് ചെയ്തെന്ന് വരും. ഇല്ല അലുമിനി ഉണ്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ പ്രൊമോഷൻ ചെയ്യാത്തതുകൊണ്ട് വരില്ല. അതായത് ഇപ്പൊ അവിടുത്തെ പഠിച്ച ലാസ്റ്റ് ക്ലാസ് ഇപ്പൊ 12th ആണെങ്കിൽ 12th റിലീവ് ചെയ്ത ആൾക്കാര് 12th കഴിഞ്ഞ ആൾക്കാര് പോയ ആൾക്കാര് അലുമിനിയായിട്ട് മാറും. അല്ല ഇപ്പൊ അജയ് കാണിച്ചത് മറ്റേ പ്രൊമോഷണൽ ഓപ്ഷൻ, അപ്പൊ ലീവ് ചെയ്യണ ഓപ്ഷൻ അത് ഒന്ന് കാണിക്കത്. കാണുന്നുണ്ടോ? കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് പഠിക്കണം. ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോകുന്നു. അത് TC വെച്ചിട്ട് വേണമെങ്കിൽ പോകാം, എന്തുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ലീവ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ലീവ് കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് അലുമിനിയിൽ കയറും. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അലുമിനിയിൽ കയറില്ല. ഇങ്ങനെ ലീവ് ചെയ്താൽ മാത്രമാണ്, അതായത് സെഷനിലെ ആ പ്രൊമോഷൻ സമയത്ത് ലീവ് ചെയ്താൽ മാത്രമാണ് അലുമിനിയിൽ കയറുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ലീവ് ചെയ്യിക്കണം കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത്. അതായത് നമ്മൾ ഡിസേബിൾ ചെയ്ത കുട്ടികളുണ്ടാവും, ആ കുട്ടികളെ നമ്മൾ ഇയർ എൻഡ് ആകുമ്പോൾ നമ്മൾ ലീവ് ചെയ്യിക്കല്ലോ. അപ്പൊ അങ്ങനെ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അലുമിനിയിലേക്ക് മാറും. അപ്പൊ ഇത് അലുമിനിയുടെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതിൽ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവന്റ്സ്. ഇപ്പൊ അലുമിനീസിന് ഇവന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവന്റ്സ് കണ്ട ഇവിടെ ക്ലാസ്സുകള് ഫ്രം 1 to അങ്ങനെ ഇവന്റ്സ് നമുക്ക് പ്ലാൻ ചെയ്യാം. ആഡ് ഇവന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ക്ലാസ് ഇവന്റ് ഡേറ്റില് ഇവന്റ് ഡേറ്റ് August 29 to 29 നോട്ട്. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ അവര് ഇമെയിലും SMS-ഉം സെർവർ പർച്ചേസ് ചെയ്യണം ക്ലയന്റ്. അപ്പൊ അവര് പറയണം ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇമെയിലും SMS-ഉം വേണമെന്ന് പറയണമെങ്കിൽ SMS-ന് സെപ്പറേറ്റ് സെർവർ പർച്ചേസ് ചെയ്യണം. ഇമെയിലിനെ അവര് ഇമെയിലിന്റെ അവരുടെ അക്കൗണ്ട് തന്നാലും മതിയാവും. അതായത് സെർവറിൽ കോൺഫിഗർ ചെയ്തിട്ടുള്ള ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടായാലും മതി അവർക്ക്. കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ ഇമെയിൽ നമുക്ക് ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. SMS-ന് എന്തായാലും SMS-ന്റെ സെർവർ ഒന്നെങ്കിൽ അവരിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്താൽ മതി, ഡീറ്റെയിൽസ് പുഷ് ചെയ്യാൻ പറ്റുന്ന. അതായത് ലിമിറ്റ് എക്സീഡ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അവർ ലിമിറ്റ് എക്സീഡ് ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഹയർ ബാൻഡ് വിഡ്ത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്താ ഡാറ്റ കോട്ട പർച്ചേസ് ചെയ്യേണ്ടി വരും. നമ്പർ ഓഫ് നമ്മുടെ വല്ല ടീം ഉണ്ടോ ഈ SMS-ന്റെ ഇന്റഗ്രേഷൻ, മറ്റേ ഗേറ്റ് SMS ഗേറ്റ് ടീം വല്ലതും ഉണ്ടോ നമ്മുടെ കയ്യിൽ? അതെനിക്കറിയില്ല കേട്ടോ, അത് എനിക്ക് വലിയ പിടുത്തില്ല. നമുക്ക് എന്താ പറയാ, അവര് തന്നു കഴിഞ്ഞാൽ നമ്മൾ SMS സെർവർ പർച്ചേസ് ചെയ്ത് ചെയ്യായിരിക്കും നമ്മുടെ കമ്പനി. അങ്ങനെ അപ്പൊ ഇത് ആ സ്റ്റുഡൻസിന് എല്ലാവർക്കും SMS പോകാൻ വേണ്ടിയിട്ട് ഓൾ ക്ലാസ്സിലാണെങ്കിൽ ഓൾ അവരുടെ ഇമെയിലേക്കും അവരുടെ ഫോണിലേക്കും ഒഫീഷ്യൽ അവരുടെ നമ്മള് തന്നിട്ടുള്ള ഒഫീഷ്യൽ ഫോണിലേക്കും SMS പോകും. അങ്ങനെ
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ പോകാനുള്ളത്. ഇത് രണ്ടുമാണ് അലുമിനിയിൽ ഉള്ളത്. പിന്നെ ഉള്ളത് റിപ്പോർട്ട്സ് കുറെ എല്ലാത്തിന്റെയും റിപ്പോർട്ട്സ് നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പൊ സ്റ്റുഡന്റ് ഇൻഫോർമേഷനില് ഇതില് നമുക്ക് എല്ലാ റിപ്പോർട്ട്സും വേണ്ട. റിപ്പോർട്ട്സ് എപ്പോഴും നമുക്ക് അവരോട് ചോദിച്ചിട്ട് കസ്റ്റം റിപ്പോർട്ട്സ് ആണ് വേണ്ടത്. ബേസിക് ആയിട്ടുള്ള റിപ്പോർട്ട്സ് മാത്രമേ നമ്മൾ വെക്കുള്ളൂ. ഇപ്പൊ ക്ലാസ് വൈസ് റിപ്പോർട്ട് അതൊരു ബേസിക് റിപ്പോർട്ടാണ്. ഇതിൽ എല്ലാ റിപ്പോർട്ട്സും ഉണ്ടാവില്ല. ഇതിപ്പോ ക്ലാസ് വൈസ് റിപ്പോർട്ട്, ഇതിപ്പോ എല്ലാ റിപ്പോർട്ടും നമ്മൾ ക്ലയന്റിനെ കൊടുക്കില്ല. അവർക്ക് ആവശ്യമുള്ള റിപ്പോർട്ടുകൾ എന്താണോ അത് ചോദിച്ചിട്ട് അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകളെ കൊടുക്കുള്ളൂ. നമുക്ക് നമ്പർ ഓഫ് റിപ്പോർട്ട്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ഏതാണോ ആവശ്യം ആ ആവശ്യത്തിനുള്ള റിപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുക. പിന്നെ റിപ്പോർട്ട്സിന്റെ പേരുകളിൽ മാറ്റം ഉണ്ടാവും, ഹെഡറിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഡിഫോൾട്ടായിട്ടുള്ള ഇത്രയും റിപ്പോർട്ട്സ് ഉണ്ട്. പക്ഷെ അവർക്ക് ആവശ്യമുള്ള റിപ്പോർട്ട്, ഇപ്പൊ സ്റ്റുഡന്റിന്റെ റിപ്പോർട്ടിൽ എന്താ വെച്ചാൽ സ്റ്റുഡന്റ് റിപ്പോർട്ട്, സ്റ്റുഡന്റ് ഹിസ്റ്ററി, അഡ്മിഷൻ റിപ്പോർട്ട്, ഹോംവർക്ക് ഇവാലുവേഷൻ റിപ്പോർട്ട്, ഇത് എന്തായാലും ഉണ്ടാവില്ല. നമ്മൾ ഹോംവർക്ക് ഇവാലുവേഷൻ എന്നുള്ള സംഭവം ചെയ്യുന്നില്ല. ഈ റിപ്പോർട്ട് ഉണ്ടാവില്ല. പിന്നെ ക്ലാസ് സെക്ഷൻ റിപ്പോർട്ട് ഉണ്ടാവും, സ്റ്റുഡന്റ് ലോഗിൻ ക്രെഡൻഷ്യൽ ഇത് ഉണ്ടാവില്ല, ഈ റിപ്പോർട്ട് ഉണ്ടാവില്ല. ഇത് നമ്മൾ ചെയ്യുന്നുമില്ല, കാരണം നമ്മൾ സ്റ്റുഡന്റ് ലോഗിനെ നമ്മൾ ഇതിലേക്കല്ല ചെയ്യുന്നത്. പിന്നെ സിബ്ലിംഗ് റിപ്പോർട്ട് ഉണ്ടാവും, സ്റ്റുഡന്റ് ജെൻഡർ റേഷ്യോ റിപ്പോർട്ട് ഉണ്ടാക്കാം, കുഴപ്പമില്ല. ഗാർഡിയൻ റിപ്പോർട്ട് അവരുടെ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. ചില സ്കൂളുകാർ ചിലപ്പോൾ ഗാർഡിയന്റെ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും ഒന്നും തരില്ല. അപ്പോൾ അവര് അങ്ങനെ ഒന്നും എൻട്രി ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇത് കിട്ടില്ല, ഗാർഡിയൻ റിപ്പോർട്ട് ഉണ്ടാവില്ല. പിന്നെ ക്ലാസ് സബ്ജക്ട് റിപ്പോർട്ട് ഉണ്ടാവും, സ്റ്റുഡന്റ് പ്രൊഫൈൽ ഉണ്ടാവും, സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ റിപ്പോർട്ട് ഇതും ഉണ്ടാവും. സ്റ്റുഡന്റ് പോർട്ടൽ നമ്മുടെ വേറെ പോർട്ടലാണല്ലേ? സ്റ്റുഡന്റ് പോർട്ടൽ നമ്മുടെ വേറെ പോർട്ടലാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റുഡന്റ് റിപ്പോർട്ട് ഉണ്ടാവും, ക്ലാസ് സെക്ഷൻ റിപ്പോർട്ട് ഉണ്ടാവും. ഒറൈസൺ എന്ന് പറയുന്നത് ERP ആണ്. ഒറൈസൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ERP, ഇത് ERP ആണ്. രണ്ടും സെയിം സംഭവമാണ്, ഡിഫറെന്റ് ആയിട്ട് ഉള്ള ബേസിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഒറൈസന്റെ അവരുടെ പ്രൊഡക്റ്റ്, ഇത് നമ്മുടെ പ്രൊഡക്റ്റ്, രണ്ടും ERP ആണ്. അവരുടേതായിട്ടുള്ള ഫ്ലോസ് ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്ലോസ് ഉണ്ട്. നമ്മുടെ സ്റ്റുഡന്റ് പോർട്ടലിന്റെ പേര് പോർട്ടൽ. ആപ്ലിക്കേഷൻ എവിടെയാണ് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്? അതിന് ട്രെയിനിങ് കിട്ടും, നമുക്ക് ഈ വീക്കിനുള്ളിൽ തന്നെ കിട്ടും. ഓക്കെ, ഈ വീക്കിനുള്ളിൽ എല്ലാ നിങ്ങളുടെ പ്രൊഡക്റ്റും കിട്ടുമല്ലോ. അതിൽ പോർട്ടൽ ഉണ്ടാവും, സ്റ്റോഗോ വേൾഡ് ഉണ്ടാവും, സ്റ്റോഗോ സ്യൂട്ട് ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതെല്ലാം കിട്ടുമായിരിക്കും, പോർട്ടലിന്റെയും കിട്ടും. അപ്പൊ ഇത് ERP ആദ്യം തരുന്നത് മാത്രം, ഇതാണല്ലോ ബാക്ക് എൻഡ്. നമ്മുടെ പ്രൊഡക്റ്റിന് ബാക്ക് എൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതായതുകൊണ്ട് നമ്മൾ ഇതാണ് ഫസ്റ്റ് മനസ്സിലാക്കണം മാത്രം. ഇപ്പൊ ഇവിടെ നിന്നായിരിക്കും നമ്മൾ അവിടെ നിന്നൊക്കെ സിങ്ക് ചെയ്യണ്ടാവും. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഇത് മാത്രമേ നമ്മൾ ഇപ്പൊ ഇന്ത്യൻ സ്കൂളുകൾക്ക് പ്രൊമോട്ട് ചെയ്യും വേണം, കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ഇന്ത്യൻ സ്കൂളുകൾക്ക് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായിരിക്കാം മേ ബി ഇഷ്യൂ. അപ്പോ ഈ ആവശ്യമുള്ള കുറച്ച് റിപ്പോർട്ടുകൾ കിട്ടും. കണ്ടല്ലേ, സ്റ്റുഡന്റ് എന്താ പറയാ ടീച്ചർ റേഷ്യോ റിപ്പോർട്ട് ഉണ്ട്. അതായത് ഇപ്പൊ ഗ്രേഡ് 9 24 എത്ര ടോട്ടൽ അസൈൻഡ് ടീച്ചേഴ്സ്, അതായത് എത്ര ടീച്ചറെ അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കിട്ടും. അപ്പൊ നമ്മള് നേരത്തെ ഒരു സ്റ്റുഡന്റ് വൈസ് നേരത്തെ ഏതോ ഒരു മൊഡ്യൂള് അവർക്കല്ല സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതില് നമ്മള് ക്ലാസ് എയിൽ ഇത്ര സ്റ്റുഡൻസ്, ക്ലാസ് 1C ഇത്ര സ്റ്റുഡൻസ്, അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ആക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? നമ്മൾ നേരത്തെ ഏതോ ഒരു മൊഡ്യൂൾ സെർച്ച് ചെയ്തിട്ടുണ്ടായല്ലോ ഒരു. അത് അസൈൻമെന്റ് ആണല്ലേ? ഓക്കെ, അതൊരു എക്സാം സബ്ജക്റ്റ് ഒക്കെ അസൈൻമെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ ഒരു സിമ്പിൾ ചോദ്യം, ഇപ്പൊ നമ്മൾ എത്ര സ്റ്റുഡൻസ് പാസ്സായി, ഫെയിലായി, അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടോ? ഇതിന് എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതില് ഉണ്ടാവില്ല. അത് പ്രൊമോഷനില് എത്ര പാസ്സായി ഫെയിലായി എന്നുള്ളത് അവിടെ നിന്ന് എടുക്കേണ്ടി വരും. ഇവിടെ അല്ലെങ്കിൽ അത് കസ്റ്റം അവർ പറയുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും. റിപ്പോർട്ട്സ് അങ്ങനെയാണ്, റിപ്പോർട്ട്സ് അവരുടെ നീഡിനനുസരിച്ചിട്ടാണ് റിപ്പോർട്ട്. അപ്പൊ ഈ ബേസിക് റിപ്പോർട്ടുകൾ നോക്കണ്ട. ഇതില് ഈ നിങ്ങൾ ആക്സസ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ഈ ഇതൊന്നും കാണില്ല. നിങ്ങൾ ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങളെ വേറെ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡൻഷ്യൽ വെച്ച് ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല.
നിങ്ങൾക്ക് ആകെ 1-2 റിപ്പോർട്ട് 3 റിപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ബേസിക്കലി മെയിൻ ആയിട്ട് സ്റ്റുഡന്റ് റിപ്പോർട്ടാണ് മെയിൻ ആയിട്ട് വരിക. അതായത് സ്റ്റുഡന്റിന്റെ മൊത്തം ഡീറ്റെയിൽസ്. ഇപ്പൊ ക്ലാസ് 9-ല് എയില് കുട്ടികളുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അവർ എൻട്രി ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. ഇവിടെ എക്സ്പോർട്ട് ഓപ്ഷനും ഉണ്ട്. ഇവിടെ എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ ക്ലാസ് സെക്ഷൻ റിപ്പോർട്ട് ഉണ്ടാവും. എത്ര സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ, അതിന്റെ റിപ്പോർട്ട് ഉണ്ടാവും. പിന്നെ അഡ്മിഷൻ റിപ്പോർട്ട് ചാൻസ് കുറവാണ്. സ്റ്റുഡന്റ് ടീച്ചർ ഇഷ്യൂ ഉണ്ട്. സ്റ്റുഡന്റ് പ്രൊഫൈൽ ഉണ്ടാവാനുള്ള ചാൻസ് അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി അവർക്ക് ശരിക്കും മെയിനായിട്ട് സ്റ്റുഡന്റ് റിപ്പോർട്ട് മാത്രമാണ് ആവശ്യം വരാറുള്ളൂ. സ്റ്റുഡന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നതും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിന് സ്റ്റുഡന്റ് റിപ്പോർട്ട് തന്നെയാണ്. ഇത് സെയിം. ഇത് 2 റിപ്പോർട്ടിന്റെ ആവശ്യമില്ല ആക്ച്വലി. പിന്നെ അഡ്മിഷൻ റിപ്പോർട്ട് നമ്മളെ സ്റ്റുഡന്റിനെ ലാസ്റ്റ് ദിസ് ഇയർ ഏതെങ്കിലും സ്റ്റുഡൻസിന് ഉണ്ട് അഡ്മിഷൻ റിപ്പോർട്ട്. ഓക്കെ. അഡ്മിഷൻ റിപ്പോർട്ടും സ്റ്റുഡന്റ് റിപ്പോർട്ടും പിന്നെ സ്റ്റുഡന്റ് ടീച്ചർ ഇഷ്യൂവും ജെൻഡർ ഇഷ്യൂ അതിന്റെ ഒന്നും ആവശ്യമില്ല ആക്ച്വലി. സിബ്ലിംഗ് റിപ്പോർട്ട് ഓക്കെ. സിബ്ലിംഗ് റിപ്പോർട്ട് ആവശ്യം ഉണ്ടാവും. എത്ര സിബ്ലിങ്സ് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ക്ലാസ്സിൽ. പക്ഷെ ഇതിലും വലിയ കാര്യമൊന്നും ഇല്ല. കണ്ടോ, ഗ്രേഡ് 9-ലും ഗ്രേഡ് 10-ലും സിബ്ലിങ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ട് സിബ്ലിംഗ് റിപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ഇതിൽ എല്ലാ റിപ്പോർട്ടും ഉണ്ടാവില്ല. സ്റ്റുഡന്റ് ലോഗിൻ ക്രെഡൻഷ്യല് എന്തായാലും ഉണ്ടാവില്ല. ഇത് ഒന്ന്. ഇനി അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫൈനാൻസ്. അതായത് ഇതില് ബാലൻസ് ഫീ സ്റ്റേറ്റ്മെന്റ്, ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്, ഫീ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഫീ റിപ്പോർട്ട്, ഫീ കളക്ഷൻ റിപ്പോർട്ട്. ഈ ഓൺലൈൻ ഫീ കളക്ഷൻ റിപ്പോർട്ട് ഉണ്ടാവില്ല. അതായത് ഇത് എല്ലാവർക്കും ഉണ്ടാവില്ല. ഓൺലൈൻ ഫീ കളക്ഷൻ റിപ്പോർട്ട് ഇത് കസ്റ്റം ചെയ്യുന്നതാണ്. ഇത് ഉണ്ടാവില്ല. ബാലൻസ് ഫീ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് ഉണ്ടാവും, ഫീ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ബാലൻസ് ഫീ റിപ്പോർട്ട്, ഫീ കളക്ഷൻ റിപ്പോർട്ട്, ഇൻകം റിപ്പോർട്ട്, എക്സ്പെൻസ് റിപ്പോർട്ട്. ഈ ഇൻകം റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഈ ഇൻകത്തിന്റെ മൊത്തമായിട്ടുള്ളത് റിപ്പോർട്ട്. എക്സ്പെൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഈ എക്സ്പെൻസസിൽ ആഡ് ചെയ്തിട്ടുള്ള ആ എക്സ്പെൻസിന്റെ എക്സ്പെൻസ് റിപ്പോർട്ട്. പിന്നെ ഇൻകം ഗ്രൂപ്പ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻകത്തിന് നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഹെഡറിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഇൻകത്തിന്റെ എക്സ്പെൻസും ഗ്രൂപ്പ് ആയിരിച്ചിട്ടുള്ളത്. മറ്റേത് ഇത് ടോട്ടൽ എക്സ്പെൻസ് ആയിരിക്കും, ടോട്ടൽ ഇൻകം ആയിരിക്കും. ഇത് ഗ്രൂപ്പ് വൈസ് ഇൻകത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഗ്രൂപ്പ് വൈസ് എക്സ്പെൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ ഇതൊന്നും ഇല്ല. പേറോൾ റിപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. പേറോൾ റിപ്പോർട്ട് ലാസ്റ്റ് 12 months ഒക്കെ ഓർമ്മയുണ്ടാവും. ലാസ്റ്റ് 3 months പേറോൾ റിപ്പോർട്ട് ഇതില് ഒന്നും പേറോൾ നടക്കാത്തതുകൊണ്ട് പേറോൾ റിപ്പോർട്ട് ഇല്ല. പേറോൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പേറോൾ റിപ്പോർട്ട് വരും. എത്രയാണ് ബേസിക് സാലറി, എത്രയാണ് ഏണിംഗ്, ഡിഡക്ഷൻ, ഗ്രോസ് സാലറി, ടാക്സ്, നെറ്റ് സാലറി, ഇതിനുള്ള റിപ്പോർട്ട് വരും. പേറോൾ റിപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫീ കളക്ഷനും ഡെയിലി കളക്ഷനും ബാലൻസ് ഫീസ് കളക്ഷനും ഇത്രയും 5 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. അല്ല സംശയം, ഈ ബാലൻസ് ഫീസ് എന്ന് പറയുമ്പോ അത് ഇനി എത്ര ബാലൻസ് ഫീസ് അടക്കാനുണ്ട് എന്നുള്ളതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്? അതെ അതെ. ബാലൻസ് ഫീസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു മാസത്തേക്കാണോ ഒരു കൊല്ലത്തേക്കാണോ? ഒരു കൊല്ലത്തേക്കുള്ളാവും. കുറച്ചധികം ഉണ്ട് കണ്ടില്ലേ. അതായത് ഓരോ കുട്ടിയുടെയും എത്ര ഫീസ് ഉണ്ടോ അത്രയും ഫീസ് കാണിക്കും. അതൊരു വലിയ റിപ്പോർട്ടാണ്. കണ്ടോ, അത് ലെങ്തി റിപ്പോർട്ടാണ്. അതിന്റെ അവസാനം അതിന്റെ ടോട്ടൽ ഗ്രാൻഡ് ടോട്ടല് 3,21,840 3,21,840 കിട്ടാനുള്ളത്. അതിപ്പോ അൺപെയ്ഡ് ആണ്. ഇതിപ്പോ ഇത് ക്ലിക്ക് ചെയ്ത് ഫീസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അടച്ച ഫീസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഒരു റെസീറ്റ് പോലെ? അതാണ് അല്ലല്ല, ഇത് ബാലൻസ് ഫീസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇത് ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇത് മുതല് കറണ്ട് ഡേറ്റ് വരെ ഫീസ് സ്റ്റേറ്റ്മെന്റ് ഇത് പറഞ്ഞുതരാം. വേണ്ട, ഇതിപ്പോ ഫീ ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. ഇപ്പൊ നമ്മൾ ഇത്ര മുതൽ എത്ര കളക്ട് ചെയ്തു എന്നുള്ളതിന്റെ റിപ്പോർട്ടാണിത്. നമ്മൾ എന്തെങ്കിലും ഫീ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും
കളക്ട് ചെയ്തതിന്റെ റിപ്പോർട്ട്. പിന്നെ ബാലൻസ് ഫീ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ലാസ് വൈസ് ആയിരിക്കും. ക്ലാസ് വൈസ് ബാലൻസ് എത്രയുണ്ടെന്നുള്ള അറിയാൻ പറ്റും. ഇതാണല്ലേ 9A ടോട്ടൽ ഫീസ് എത്രയാണ്, പെയ്ഡ് ഫീസ് എത്രയാണ്, ബാലൻസ് എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട്. ഇത് ബാലൻസ്. ഇത് മറ്റേത് കുട്ടികളുടെ ഓരോ കുട്ടിയുടെയും എത്ര ഫീസ് ഉണ്ടോ അത്രയും ഫീസിന്റെ ഡീറ്റെയിൽസ്. ഇത് അങ്ങനെയല്ല, ഇത് ആ കുട്ടി എത്ര ടോട്ടൽ അടയ്ക്കണം എന്ന് മാത്രമേ കാണിക്കുള്ളൂ. അതായത് ഒരു സ്പ്ലിറ്റ് കാണിക്കില്ല. അതായത് ആ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഫീ സ്ട്രക്ചർ കാണിക്കില്ല. മറ്റേത് ഈ ഫീ ബാലൻസ് സ്റ്റേറ്റ്മെന്റില് ആ ഓരോ കുട്ടിയുടെയും ഏതൊക്കെ സ്പ്ലിറ്റ് ഉണ്ടോ, അതായത് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ട്യൂഷൻ ഫീസ് 4 തവണയായിട്ട് അടയ്ക്കണമെങ്കിൽ ആ 4 തവണയായിട്ട് തന്നെ കാണിക്കും. അത് ഫീ സ്റ്റേറ്റ്മെന്റ്. അതില് ഓരോ കുട്ടിയുടെയും ഇപ്പൊ ഇത് ഒരു കുട്ടിയുടെ ഒരു റോ ആണെങ്കിൽ ആ കുട്ടിക്ക് മറ്റേ 10 റോ ഉണ്ടാവും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റില്. ഇതില് ഈ റിപ്പോർട്ടില് ആ കുട്ടിക്ക് ആ വർഷം അടയ്ക്കുന്ന ടോട്ടൽ എമൗണ്ടും പെയ്ഡ് എത്രയാണ് ബാലൻസ് എത്രയാണെന്നുള്ള കാണിക്കുള്ളൂ. അതായത് ക്ലാസ് വൈസ്. അങ്ങനെ. അപ്പൊ ഇത് ബാലൻസ് ഫീ റിപ്പോർട്ട്. പിന്നെ ഫീ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫീ കളക്ട് ചെയ്തതിന്റെ എന്ന് വെച്ചാൽ ദിസ് ഇയർ ഏത് ഫീസാണ് ടൈപ്പ് കളക്ടഡ് ബൈ, അത് വേണമെന്നില്ല, കണ്ടില്ലേ. ബെസ്റ്റ് ഫീ ജൂൺ വേണ്ടി ദിസ് ഇയറിൽ കളക്ട് ചെയ്ത് എത്രയാണെന്നുള്ളത് ഇങ്ങനെ കിട്ടും നമുക്ക്. അതായത് കളക്ട് ചെയ്ത ഫീസാണ് ഇപ്പൊ കാണിക്കുന്നത്. അതായത് കളക്ട് ചെയ്തത് ടോട്ടൽ എത്രയാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുക. മോഡ് ക്യാഷ് എമൗണ്ട് ഇത്ര. ഇതിപ്പോ ഇതൊന്നും അങ്ങോട്ട് നീങ്ങണം, ഇതിന്റെ ഗ്രാൻഡ് ടോട്ടലൊന്നും അങ്ങോട്ട് നീങ്ങാണ്ട് ഇവിടെയാണ് വരേണ്ടത് ടോട്ടൽ. ഈ ടോട്ടൽ ഇവിടെയും ഈ ടോട്ടൽ ഇവിടെയാണ് വരുന്നത്. അതൊന്നും നീങ്ങേണ്ടത് ഡെമോയുടെ ഇതായതുകൊണ്ട്. അപ്പൊ ഇതാണ് ഫീ കളക്ഷൻ റിപ്പോർട്ടിൽ വരുന്നത്. എത്ര ഫീ കളക്ട് ചെയ്തു, പെർട്ടിക്കുലർ ഫീ ഈ വർഷം എത്ര കളക്ട് ചെയ്തു എന്നുള്ളത്. പിന്നെ ഇത് നമുക്ക് ആവശ്യമില്ല. പേറോൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പേറോൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഓരോ കുട്ടിയുടെയും ഈ ഇതന്നെ ബാലൻസ് ഫീ റിപ്പോർട്ട് പോലെ തന്നെയാണ് ഈ പേറോൾ റിപ്പോർട്ട്. അതായത് അത് ബാലൻസ് ഫീ എന്ന് പറഞ്ഞാൽ അടയ്ക്കുള്ള ഫീസ് ആയിരിക്കും. പേറോൾ എന്ന് പറയുന്നത് നമ്മൾ പേ ചെയ്യുക, അതായത് പേറോൾ ജനറേറ്റ് ചെയ്തിട്ട് കൊടുത്ത ക്യാഷിന്റെ ആ ഡീറ്റെയിൽസ് ആയിരിക്കും. പിന്നെ ഇത് രണ്ടും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അതായത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇൻകം ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടും എക്സ്പെൻസ് ഗ്രൂപ്പ് വൈസ് റിപ്പോർട്ടും, ഇത് എക്സ്പെൻസിന്റെ ടോട്ടല് ഇൻകത്തിന്റെ ടോട്ടൽ റിപ്പോർട്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പേറോള് ഇതേ സെയിം മെത്തേഡ് തന്നെ. പേറോളില് ആ ഡീറ്റെയിൽസ് ലിസ്റ്റ് ആയിട്ട് കാണിക്കുന്നു മാത്രം. അതായത് ഒരു മാസത്തെ അല്ലെങ്കിൽ പീരീഡില് ഇപ്പോ ഈ മാസമാണെങ്കിൽ ദിസ് മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് 12 months പേറോള് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുക. അതില് വെച്ചാൽ റോള്, ഡെസിഗ്നേഷൻ, മന്ത്, ഇയർ, പേ സ്ലിപ്പ്, ബേസിക് സാലറി, ഏർണിംഗ്, ഡിഡക്ഷൻ, ഗ്രോസ് സാലറി, ഇതൊക്കെ മാറും. ഇതൊക്കെ കസ്റ്റമൈസബിൾ ആണ്. അപ്പോൾ റിപ്പോർട്ട്സ് ഒന്നും ഫൈനൽ അല്ല. ഇത് ഈ ബേസിക് റിപ്പോർട്ട് ഇതാണ് വേണ്ട വെച്ചെങ്കിൽ ഇത് മതി. അത് കസ്റ്റമൈസബിൾ ആണ്. അത് ഫീൽഡുകൾ കൂടുതൽ വേണമെങ്കിൽ ഫീൽഡുകൾ കൂടുതൽ അതിനനുസരിച്ച്. ഇത്രയാണ് ഇത് ഫൈനാൻസിൽ ഈ 4 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് അവരെപ്പോഴും ചോദിക്കുക. പക്ഷെ ഇതില് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കില്ല റിപ്പോർട്ട് അവർക്ക് വേണ്ടി വരിക. പലതരത്തിലും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടായിരിക്കും അവർക്ക് വേണ്ടി വരിക. സോ അത് അവർ ഇങ്ങനെ കസ്റ്റമൈസേഷൻ വന്നുകൊണ്ടേയിരിക്കും റിപ്പോർട്ടിൽ. പിന്നെ അറ്റൻഡൻസ് റിപ്പോർട്ടില് നമുക്ക് മന്ത്ലി അറ്റൻഡൻസ് റിപ്പോർട്ട്, മന്ത് ഓഗസ്റ്റ്, ജൂലൈ, ഇങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടും. ഇതില് ഇൻഡിവിജ്വലി അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അറ്റൻഡൻസ് പി അല്ലെങ്കിൽ അത് ആ ഒരു സ്റ്റാറ്റസ് വരും. PLAHF എന്നുള്ള സ്റ്റാറ്റസ് വരും. ഇവിടെ അതിന്റെ ടോട്ടൽ കൗണ്ട് വരും. അതായത് ഇപ്പൊ ഈ അഡ്മിഷൻ നമ്പർ ഈ കുട്ടിയുടെ എത്ര പെർസെന്റ് ടോട്ടൽ എത്ര ഇതുണ്ടെന്നുള്ള ഇവിടെ ടോട്ടൽ കാണിക്കും. അതുകൂടാതെ ഓരോ ദിവസത്തെ അറ്റൻഡൻസ് ഇവിടെ മാർക്കായി പോകും. ഇതൊരു മന്ത്ലി ആണ് വരുന്നത്. ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ ഇത് ദിസ് വീക്ക് അറ്റൻഡൻസ് പ്രസന്റ്, അതായത് പ്രസന്റിന്റെ കൗണ്ട് കിട്ടണമെങ്കിൽ എത്ര പ്രസന്റ് ഉണ്ടെങ്കിൽ കിട്ടണമെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യാനുള്ളത്. ഒരു മിനിറ്റ്.
അതായത് ഈ വീക്ക് പ്രസന്റ് ആയിട്ടുള്ള ഗ്രേഡ് 9 കുട്ടികളുടെ ലിസ്റ്റ് അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ ആബ്സെന്റ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആബ്സെന്റ് ആയവരുടെ ലിസ്റ്റ്. മനസ്സിലായോ? ഹലോ ഹലോ ഓക്കെ. പിന്നെ ഡെയിലി അറ്റൻഡൻസ് റിപ്പോർട്ട്. ഇത് നമുക്ക് ടോട്ടൽ പ്രസന്റ്, ടോട്ടൽ ആബ്സെന്റ്, അതിന്റെ പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഓവറോൾ റിപ്പോർട്ടാണ്. ഇനി സ്റ്റാഫ് അറ്റൻഡൻസ് റിപ്പോർട്ടും ഇതേപോലെ തന്നെ റോള് സെലക്ട് ചെയ്യുക, മന്ത് സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുട്ടികൾക്കുള്ള നേരത്തെ ഒരു ഇത് കാണിച്ചിട്ട്. അപ്പോ ഓക്കെ, നേരത്തെ ഒരു വിദ്യാർത്ഥി ഇന്ന ഡേയ്സ് ലീവ് ഓരോ വീക്കില് ആകുമ്പോ ആ വീക്കിൽ ഓരോ ഡേയുടെ നേരെ പ്രസന്റ് അങ്ങനെയല്ലേ കാണിച്ചത് നേരത്തെ? ഇതിനല്ലേ ഉദ്ദേശിച്ചത്? ഇതില് ഈ ഓരോ ഇതിലും ഇതാണ്ടോ, ഇവിടെ ഉണ്ടോ, പ്രസന്റിന് പി വരും, ലേറ്റിന് എൽ വരും, ആബ്സെന്റിന് എ വരും, ഹാഫ് ഡേക്ക് എഫ് വരും, ഹോളിഡേക്ക് എച്ച് വരും. ഓക്കെ ഓക്കെ. ഇതിപ്പോ ഏതാ മന്ത്ലി റിപ്പോർട്ടാണോ ഇപ്പോഴത്തെ? ഇത് മന്ത്ലിയാണ് വരിക. അതിപ്പോ സ്റ്റുഡൻസിനായാലും സ്റ്റാഫിനായാലും മന്ത്ലി. ഓക്കെ. അപ്പൊ ഈ സൺഡേസ് ഒക്കെ ഓൾറെഡി ഓക്കെ റെഡ് കാണും, അപ്പൊ അത് കൗണ്ട് ചെയ്യില്ല അല്ലേ? അല്ല, നമ്മള് ഹോളിഡേ മാർക്ക് ചെയ്യണം അറ്റൻഡൻസിൽ. ഓക്കെ ഓക്കെ. നമ്മള് അറ്റൻഡൻസ് മാർക്ക് ചെയ്യല്ലോ, അപ്പൊ നമ്മള് ഹോളിഡേ മാർക്ക് ചെയ്യണം, എച്ച് എന്നുള്ള മാർക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇവിടെ ഹോളിഡേ, ഇപ്പൊ ഈ കുട്ടി എത്ര ഹോളിഡേ, എത്ര ഹാഫ് ഡേ, എത്ര ആബ്സെന്റ്, എത്ര ലേറ്റ്, എത്ര പ്രസന്റ് എന്നുള്ളത് ഇവിടെ കൗണ്ട് കാണിക്കും. അപ്പൊ ഇവിടെ അതിനനുസരിച്ചിട്ട് ഇവിടെ അറ്റൻഡൻസിന്റെ പെർസെന്റേജ് ഇവിടെ വരും കാൽക്കുലേറ്റ് ആയിട്ട്. ഓക്കെ ഓക്കെ. ഇതിപ്പോ മൊത്തം വിദ്യാർത്ഥികളുടെ ഒരു റിപ്പോർട്ടാണല്ലോ ഇത്? അല്ലല്ല, മൊത്തമല്ല. ഇത് വിദ്യാർത്ഥികളല്ല, ഇത് ഇപ്പോ സ്റ്റാഫിന്റെ ആണ്. അതായത് ടീച്ചർ എന്നുള്ള കാറ്റഗറിയുടെ മൊത്തമാണിത്. ടീച്ചർ എന്നുള്ള കാറ്റഗറിയുടെ മൊത്തം. അത് കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടന്റ് ഉണ്ട്. ഇപ്പൊ രണ്ടുപേരുള്ളൂ. ഇപ്പൊ രണ്ടുപേരുടെ പേരുള്ളൂ. അങ്ങനെ. അപ്പൊ ഇതാണ് അറ്റൻഡൻസിന്റെ റിപ്പോർട്ട്. ഇനി ഈ എക്സാമിനേഷൻ ഇല്ല, ലെസൺ പ്ലാൻ ഇല്ല. ഹ്യൂമൻ റിസോഴ്സിൽ സ്റ്റാഫ് റിപ്പോർട്ട്, സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മളെ സ്റ്റാഫ് ഡയറക്ടറിയിൽ കാണുന്ന സ്റ്റാഫിന്റെ ഒരു എക്സൽ ഫോർമാറ്റിക്ക് മാറ്റണമെങ്കിൽ അത് തന്നെയാണുള്ളത്. സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് അത് ജോയിൻ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ ഡിസേബിൾഡ് ആണോ എന്ന് സെർച്ച് ചെയ്യാം. റോള് ചെയ്യാം. ഡെസിഗ്നേഷൻ വെച്ച് സെർച്ച് ചെയ്യാം. ഇവിടെയുണ്ട് പേറോൾ റിപ്പോർട്ട്. സെയിം അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ്, അവിടെ മറ്റേ ഫൈനാൻസിലുള്ള പോലെ തന്നെ ഇവിടെ ഹ്യൂമൻ റിസോഴ്സിലും പേറോൾ റിപ്പോർട്ട് ഉണ്ട് എന്ന് മാത്രം. അത് നമുക്ക് എവിടെയെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ ലൈബ്രറിയിലെ ബുക്ക് ഇഷ്യൂ റിപ്പോർട്ട് ലാസ്റ്റ് 12 months സെർച്ച് കുറച്ചധികം ഉണ്ടെന്നു ഇല്ല, ഇത്രയാണുള്ളൂ. ഫയർ ഇത്രയാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ ബുക്ക് ഡ്യൂ റിപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ബുക്കിന്റെ റിപ്പോർട്ടാണ്. അത് ഇത്രയാണ് കിട്ടാനുള്ളത്. പിന്നെ ബുക്ക് ഇൻവെന്ററി റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് എന്താ പറയാ, ആഡ് ചെയ്ത ബുക്കുകളുടെ ലിസ്റ്റ്. അതിപ്പോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വിങ്സ് ഓഫ് ഫയറിനെ ഉണ്ടാവും. അല്ല, ആഡ് ചെയ്തതാണ്. ഓക്കെ. പിന്നെ ബുക്ക് ഇഷ്യൂ റിട്ടേൺ റിപ്പോർട്ട്, അത് ബുക്ക് ഇഷ്യൂ ചെയ്തതും റിട്ടേൺ ചെയ്തതായിട്ടുള്ള അതിന്റെ റിപ്പോർട്ട്. ബുക്ക് ഡ്യൂ എന്ന് പറഞ്ഞാൽ ഇതുവരെ തിരിച്ചു തരാത്ത ബുക്കുകളുടെ ലിസ്റ്റ്. ഇഷ്യൂ ചെയ്തിട്ട് ഡ്യൂ ആയിട്ട്, അതായത് റിട്ടേൺ ഡേറ്റ് കഴിഞ്ഞിട്ട് കിട്ടാത്ത ബുക്കുകളുടെ ലിസ്റ്റ്. ഇതിലുള്ളത് ലൈബ്രറി ഉള്ളത്. പിന്നെ ഇൻവെന്ററി റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഇൻവോയ്സ്, സ്റ്റോക്ക് റിപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ അവൈലബിൾ ക്വാണ്ടിറ്റി, ടോട്ടൽ ക്വാണ്ടിറ്റി, പിന്നെ ആഡ് ഐറ്റം റിപ്പോർട്ട്, അതായത്
ഇപ്പൊ ഈ ദിവസം അല്ലെങ്കിൽ ഈ മാസം എന്തൊക്കെ ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി. 12/6/2004 ആഡ് ചെയ്തത് ആഡ് ഐറ്റം. പിന്നെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 12 months ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇത് ഇഷ്യൂ ചെയ്തത്. ഇഷ്യൂഡ് ബൈ ഇഷ്യൂ 2 ക്വാണ്ടിറ്റി 8 അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല സ്കൂളില്. പിന്നെ ട്രാൻസ്പോർട്ട് ഹോസ്റ്റലില് നമ്മുടെ എന്താ പറയാ ക്ലാസ് 9 സെക്ഷൻ എ റൂട്ട് ടൈറ്റില് ഈ റൂട്ടിൽ പോകുന്ന എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാം. ഈ വെഹിക്കിളിൽ എത്ര കുട്ടികൾ പോകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. അതേപോലെ ഹോസ്റ്റലില് അതേപോലെ തന്നെ സെയിം ക്ലാസ് 9 ഈ ഹോസ്റ്റലിൽ എത്ര കുട്ടികളുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള റിപ്പോർട്ട്. പിന്നെ അലുമിനിയില് പാസ് ഔട്ട് സെഷൻ ക്ലാസ് സെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതായത് ഏത് ക്ലാസ്സിലാണ് പാസ് ഔട്ട് ആയത്, അത് സെഷൻ ഏതായിരുന്നു, അത് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഇതിൽ കാണിക്കും. പിന്നെ യൂസർ ലോഗ് പറഞ്ഞാൽ ഇതൊരു ക്ലൗഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇത് മൾട്ടിപ്പിൾ ടാബിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു സെഷൻ വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പം ഇത് ഏതൊക്കെ സിസ്റ്റത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തു, ആരൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്തതെന്നുള്ള ലിസ്റ്റ് ഇവിടെ കിട്ടും. അതായത് അത് മാത്രല്ല ആ യൂസർ എന്താണ് ചെയ്തതെന്നുള്ളതിന്റെ റിപ്പോർട്ട് ഇതിന്റെ ബാക്ക് എൻഡിൽ ഉണ്ടാവും ചെയ്യും. അതായത് കുട്ടി എന്താണ് ചെയ്തത്, കുട്ടിയുടെ എന്താണോ ഓപ്പറേഷൻ നടത്തിയത്, ഇൻസേർഷൻ ആണോ ഡിലീഷൻ ആണോ അപ്ഡേഷൻ ആണോ എന്താണ് ചെയ്തതെന്നതിന്റെ ഒരു ലോഗ് ബാക്ക് എൻഡിൽ ഉണ്ടാവും. അത് ഫ്രണ്ട് എൻഡിൽ കിട്ടില്ല, ആളെന്താ ചെയ്തെന്നുള്ളത്. ഇത് ആരൊക്കെ ലോഗിൻ ആയി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഫ്രണ്ട് എൻഡിൽ നിന്ന്. എപ്പോഴൊക്കെ ലോഗിൻ ആയി എന്നുള്ളത് അറിയാൻ പറ്റും. അതും ഏതാണ് യൂസ് ചെയ്തതെന്ന് അറിയാൻ പറ്റും. സിസ്റ്റം ഏതാണെന്നും ആൻഡ്രോയിഡിനാണെന്ന് ആൻഡ്രോയിഡ്, വിൻഡോസ് എന്നാണെങ്കിൽ വിൻഡോസ് എങ്ങനെയാണ് ജോയിൻ ചെയ്തതെന്ന് അറിയാൻ പറ്റും. ഇത് അഡ്മിനാണോ അല്ലെങ്കിൽ മറ്റേ യൂസറും സാധാരണ അല്ല, ടീച്ചേഴ്സ് കാണാൻ പറ്റും. ഫ്രണ്ട് ഓഫീസ് ആണെങ്കിലും കാണാൻ പറ്റും. കാണാൻ പറ്റും. ഇത് ഓൾ യൂസേഴ്സ്, ഇതിപ്പോ സ്റ്റാഫ് ആണെങ്കിൽ സ്റ്റാഫ്, സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ്, പാരന്റ് ആണെങ്കിൽ ഇല്ല, അത് ലിസ്റ്റ് വെച്ചത് മാത്രം. സ്റ്റുഡൻസിന്റെ ആവശ്യമില്ല, സ്റ്റാഫ് തന്നെയാണ് ഇതിനുള്ളിൽ കയറുള്ളൂ. സ്റ്റാഫിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ടീച്ചറാണെങ്കിൽ ടീച്ചർ, അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ, ഏതൊക്കെയാണ് അത്. പിന്നെ ഈ സാധനം ഇപ്പോഴേ ഇല്ല. ഇത് നമ്മള് ഫ്രണ്ടില് കൊടുക്കില്ല. ഇതെന്താ മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ബാക്ക് എൻഡിലുള്ള റിപ്പോർട്ട്. പക്ഷെ ഇത് നമ്മള് ഫ്രണ്ട് എൻഡില് കൊടുക്കില്ല. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ്, മറ്റേ എന്തൊക്കെ ഡാറ്റാബേസ് ടേബിൾ ചേഞ്ച് അങ്ങനത്തെ എല്ലാം? അല്ല, ബാക്ക് എൻഡ് ഡാറ്റാബേസിലാണ് ഇത് കീപ്പ് ചെയ്യുള്ളൂ. ഇത് ഫ്രണ്ട് എൻഡിലേക്ക് നമുക്ക് ക്ലയന്റിന് ഷോ ഉണ്ടാവില്ല. കാരണം ഇത് നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് ആണ് ഇതൊക്കെ. ഇത് എന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് എന്തൊക്കെ അപ്ഡേഷൻ നടന്നു, എന്തൊക്കെ ഇൻസെർഷൻ നടന്നു. നമ്മൾ ക്ലയന്റിന് ഫ്രണ്ട് എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ക്ലയന്റ് ഇപ്പോ സ്റ്റാഫും സ്കൂളുകാരും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ ഡോക്യുമെന്റ് ആണ് ഇത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ ബാക്ക് എൻഡ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമർക്ക് ഇത് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്യുമെന്റ്. അപ്പൊ ഇത്രയാണ് നമുക്ക്. പിന്നെ സിസ്റ്റം സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് അറിയേണ്ടത് ജനറൽ സെറ്റിംഗ്സ് മാത്രമാണ്. ജനറൽ സെറ്റിംഗ്സിൽ ഇത് ഡെമോ സ്കൂളിന്റെ പേര് കൊടുക്കുന്നത് ഇവിടെയാണ്, സ്കൂളിന്റെ കോഡ് ഇവിടെയാണ്, സാമ്പിൾ അഡ്രസ് ഇവിടെ കൊടുക്കാം, ഫോൺ നമ്പർ, ഇമെയില്, സെഷൻ സ്റ്റാർട്ട് ഡേറ്റ്, എന്നാണ് മാസം, ഇത് സെഷന്റെ ഏതാണ് സെഷൻ എന്നുള്ളത് എടുക്കുള്ളത്. പിന്നെ അറ്റൻഡൻസ് ഡേ വൈസ് ആണോ പീരീഡ് വൈസ് ആണോ, ബയോമെട്രിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തത്, അറ്റൻഡൻസ് ടൈപ്പ്. പിന്നെ ഡിവൈസസിന്റെ പേരും, പിന്നെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഏതാണെന്ന് വെച്ചെങ്കിൽ അത്.
പിന്നെ ഇതൊന്നും മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഇത് മാത്രമാണ് ആകെ ഉള്ളത്. അതായത് സെഷൻ ചേഞ്ച് ഇവിടെ നിന്നാണ് ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടെ. അത് എവിടെ നിന്ന് ചെയ്യണമെങ്കിലും ഇപ്പൊ ഈ സാധനം കാണണമെങ്കിലും ഈ ഒരു അക്കൗണ്ടിൽ കയറിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സാധാരണ അക്കൗണ്ടിൽ കയറിയാൽ കാണാൻ പറ്റില്ല. ഇത് ഈ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവില്ല. അതായത് ഇവിടെ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരില്ല. അപ്പൊ സെഷൻ ചേഞ്ച് ചെയ്യാം. പിന്നെ സെഷൻ സ്റ്റാർട്ട് മന്ത്, അത് ഏപ്രിലിന് ആവാറ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ക്ലയന്റിന്റെ പേരിലായിരിക്കും വരിക. പിന്നെ അറ്റൻഡൻസ് മാറ്റം വരാറില്ല. പിന്നെ ലാംഗ്വേജ്, ഡേറ്റ്, ടൈം എങ്ങനെയാണ് സെഷൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാല് അവരുടെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണ ഇയർ ആണോ? അത് പക്ഷെ എൻഡ് കാണുന്നില്ലല്ലോ. എൻഡ് സെഷൻ എൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം മാർച്ചിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരു വർഷമാണല്ലോ. ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷമല്ലേ. 12 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാലോ ബാക്കെൻഡില്. അടുത്ത 12 മാസം കഴിയുമ്പോൾ എൻഡ് ആവുമല്ലോ. സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അടുത്ത, പിന്നെ അത് മാത്രമല്ല ആ സെഷൻ അടുത്ത സെഷനിൽ നിന്ന് വെച്ചാൽ നമ്മൾ സെഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് സെഷൻ ചേഞ്ച് ആവുള്ളൂ. അടുത്ത പോയിന്റ്, അതായത് നമ്മളിവിടെ സെഷൻ ചേഞ്ച് ആയാലാണ് അടുത്ത സെഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. നമ്മൾ എന്ന് വെച്ചാൽ നമ്മളെ ആപ്ലിക്കേഷനിൽ സെഷൻ സ്റ്റാർട്ട് ഏതാണെന്നുള്ളതാണ് കൊടുക്കുന്നത്. പ്രോഗ്രാമിംഗ് നിങ്ങൾ ആപ്ലിക്കേഷനിൽ ചെയ്തിട്ടുണ്ടല്ലേ? ഒരു 12 കൊല്ലം കഴിയുമ്പോൾ അത് കഴിയണം എന്നുള്ള രീതിയിൽ. മനസ്സിലായില്ല? അല്ല, ഇതിപ്പോ ഏപ്രില്, അപ്പൊ എൻഡിങ് എന്ന് പറഞ്ഞ ഇത് ജസ്റ്റ് 2023. ഇല്ല, ഇതെന്ന് പറയുന്നത് അക്കാഡമിക് ഇയർ ആണ്. കണ്ട, 22, 23, 24, 24 ഇതിനൊക്കെ ബാക്കെൻഡിൽ ഒരു ഇതുണ്ട്, മീനിങ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് കാണേണ്ടത് എന്താ? ഇതിപ്പോ അധ്യയന വർഷം 24, 25 റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 24, 25 ഏപ്രിലാണ് സ്റ്റാർട്ടിങ് ആയിരുന്നു. നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചെങ്കിൽ ഇത് ഇവിടുന്ന് സ്റ്റാർട്ടായി. ഇനി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് 24, 25, 26 ആക്കുമ്പോൾ ഓൾറെഡി പ്രൊമോഷൻ ചെയ്യുമ്പോൾ തന്നെ അപ്ഡേറ്റ് ആവും അടുത്ത സെഷനിലേക്ക്. അതായത് 25, 26 കുട്ടികൾ പ്രൊമോട്ട് ആവും, ഇവിടെ മാറ്റിയില്ലെങ്കിലും. പക്ഷെ ആ കുട്ടികളെ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുപോയി മാറ്റി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് പുതിയ സെഷനിലേക്ക് മാറും. അപ്പൊ ആ പുതിയ സെഷൻ ആവും. അങ്ങനെ. പിന്നെ ഈ സെഷൻ എൻഡ് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 12 മന്ത്സിന്റെ ബേസ് ചെയ്തിട്ടാണ് എൻഡ് ചെയ്യണത്. അങ്ങനെ. പിന്നെ ഡേറ്റ്, ടൈം സോൺ ഇതൊന്നും മാറ്റേണ്ട കാര്യമില്ല. സ്റ്റാർട്ട് ഓഫ് ദി വീക്ക്, മൺഡേ, ഇതൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഇതൊന്നും നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. ഇതിപ്പോ അതിന്റെ കാര്യമൊന്നുമില്ല. അഡ്മിഷൻ, ഈ അഡ്മിഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ അഡ്മിഷൻ പ്രിഫിക്സ്, അഡ്മിഷൻ സ്റ്റാർട്ട് ഫ്രം, അതായത് അഡ്മിഷൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ഓട്ടോ ജനറേറ്റ് ചെയ്യാനുള്ള സെറ്റിംഗ്സ് ആണിത് സ്റ്റുഡൻസിന്റെ. അത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാനുവലി അഡ്മിഷൻ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് പ്രിഫിക്സ് വേണ്ടത്, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എത്ര ഡിജിറ്റ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുക്കാം. സെറ്റിംഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ആവും അഡ്മിഷൻ. പുതിയ കുട്ടികളെ ആടിയതനുസരിച്ച് ഇൻക്രിമെന്റ് ആയിക്കൊണ്ടേയിരിക്കും അഡ്മിഷൻ നമ്പർ. അതേപോലെ തന്നെ സ്റ്റാഫിന്റെ ID ജനറേഷൻ എങ്ങനെ തന്നെയാണ്. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആനുവലി സ്റ്റാഫ് ID ക്രിയേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ സ്റ്റാഫ് ID പ്രിഫിക്സ് എന്താണോ അത് വെച്ചിട്ട് സ്റ്റാഫ് ID ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പുതിയ സ്റ്റാഫിനെ ആഡ് ചെയ്യുമ്പോൾ സ്റ്റാഫിന്റെ എംപ്ലോയി ID ഓട്ടോ ജനറേറ്റർ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതൊന്നുമില്ല. ഇത്രയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾ അധികം ചെയ്യേണ്ടി വരില്ല. ഇത് ഞങ്ങൾ തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യാം. മറ്റേ ഇമെയിൽ ഇന്റഗ്രേഷൻ അതൊക്കെ നിങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ? അതൊക്കെ ഞങ്ങൾ തന്നെയായിരിക്കും ചെയ്യുക. അത് SMS സെറ്റിംഗ്സും ഇമെയിലും ഞങ്ങൾ തന്നെയാണ് ചെയ്യുക. ഇമെയിൽ സെറ്റിംഗ്സും ഞങ്ങൾ തന്നെയാണ് ചെയ്യുക. പിന്നെ ജനറൽ സെറ്റിംഗിൽ നമ്മളെ ലോഗോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ തന്നെ ആയിരിക്കും? ലോഗോ ഞങ്ങൾ തന്നെ. ലോഗോ നിങ്ങൾക്ക് ചെയ്യാം. ജനറൽ സെറ്റിംഗിൽ ലോഗോ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ലോഗോ വരുന്നത് അത് ബ്രാൻഡ്, അതായത് ബ്രാൻഡഡ് ആയി മാത്രമാണ് ഈ ലോഗോ ചേഞ്ച് ആവുള്ളൂ. അല്ലെങ്കിൽ ഈ ലോഗോ ചേഞ്ച് ആവില്ല. ഇതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. അതായത് അവര് ബ്രാൻഡഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ലോഗോ ചേഞ്ച് ആവുള്ളൂ. ആകെ 2 സ്കൂള് മാത്രമേ അങ്ങനെ ബ്രാൻഡായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടേതായിട്ട് തന്നെ എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ അവരുടേതായിട്ടുള്ള ഇമേജ് ലോഗോ മേടിച്ചിട്ട് അതിനെ മാറ്റണം. പിന്നെന്ന് പറയുന്നത് പ്രിന്റ്, ഹെഡർ, ഫൂട്ടർ ഇത് ചേഞ്ച് ചെയ്യണം. ഇതാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇതിപ്പോ അവരുടെ ഇതായിട്ട് ചേഞ്ച് ആവണം.
അത് ഞാൻ തന്നെയാണ് അതിന്റെ സൈസും കാര്യങ്ങളും പറഞ്ഞിട്ട് ചെയ്യിക്കാറ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഇതായിരിക്കും റോൾ പെർമിഷൻ. ഇപ്പൊ റോൾസ് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾ ഇത് റോൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ഒരു പുതിയ സ്കൂൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര റോളൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും റോൾസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഡിഫോൾട്ട് ആയിട്ട് ഇത്രയും റോൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഈ റോൾസിനൊക്കെ ഓരോ പെർമിഷൻ ഉണ്ട്. പെർമിഷൻ ഓരോരുത്തർക്കും ഏതൊക്കെ പെർമിഷൻ കൊടുക്കണം, എങ്ങനെയൊക്കെ കൊടുക്കണം. അത് ചിലർക്ക് വ്യൂ പെർമിഷൻ ഉണ്ടാവുള്ളൂ, ചിലർക്ക് എഡിറ്റ് പെർമിഷൻ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഡിലീറ്റ് പെർമിഷൻ ഉണ്ടാവും. വേണ്ട, വ്യൂ, ആഡ്, എഡിറ്റ്, ഡിലീറ്റ്, ഓരോരുത്തർക്കും ഓരോ പെർമിഷൻ ആയിരിക്കും. അപ്പൊ ചിലർക്ക് പെർമിഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഇത് മെയിൻ ആയിട്ട് ഞങ്ങൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യാറ്. കാരണം പെർമിഷന്റെ ഇഷ്യൂ ഒന്നും വേണ്ടെന്നുള്ളതുകൊണ്ട്. കാരണം പുതിയ പെർമിഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ബാക്കെൻഡിലൂടെ ആഡ് ചെയ്തിട്ട് വേണം പുതിയ പെർമിഷൻ ആഡ് ചെയ്യാൻ. കാരണം പുതിയ മൊഡ്യൂൾ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല, ആക്ച്വലി പെർമിഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മള് പുതിയ പെർമിഷൻ ഇട്ടിട്ട് ആഡ് ചെയ്യണം. പിന്നുള്ളതൊന്നും ഇല്ല, നമുക്കുള്ളതല്ല. ഓക്കെ, ബാക്കെൻഡിലെ സിസ്റ്റത്തിലാണ് ഇത്രയാണ് ഉള്ളത്. ഒരു അവസാനത്തെ ചോദ്യം, ഇത് എവിടെയാണ് ഹോസ്റ്റ് ചെയ്തേക്കണേ ആപ്ലിക്കേഷൻ? ക്ലൗഡ് ആണെന്ന് പറഞ്ഞല്ലോ നേരത്തെ. സാറിന്റെ അടുത്ത് ആമസോണിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ സ്കൂളിലും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യോ? ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതില് ഓരോ സ്കൂളിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. അതെ, അല്ലാതെ എല്ലാവർക്കും ഒരേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് ആപ്ലിക്കേഷനിലെ പ്ലഗ് ആൻഡ് പ്ലേ പോലെ വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവും. അതായത് നമ്മളെ കോഡിങ്ങില് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് കൂടും. കാരണം സ്കൂളിന്റെ ഐഡി വെച്ചിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും കണ്ടീഷൻസ്. ഇപ്പോൾ ചില മൊഡ്യൂളിൽ ചില സ്കൂളിന് ഉണ്ടാവില്ല, ചില മൊഡ്യൂളിൽ ചില സ്കൂൾ ഉണ്ടാവും. സോ അതായത് ഇപ്പൊ ആക്സസിബിലിറ്റി ഭയങ്കര സ്ലോ ആവും. ഇപ്പൊ ഒരേ ആപ്ലിക്കേഷൻ ആണ് എല്ലാവർക്കും കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ആ ആപ്ലിക്കേഷനിൽ ചില മൊഡ്യൂളുകൾ ആവശ്യം ഉണ്ടാവില്ല, ചിലർക്ക് ആവശ്യം ഉണ്ടാവും. സോ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മളിപ്പോ ഒരു സ്കൂളാണെങ്കിൽ കുഴപ്പമില്ല, 2 സ്കൂളാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഒരു 10-50 സ്കൂളാകുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചാല് ഈ 19 സ്കൂളിൽ ആദ്യം സോർട്ട് ചെയ്യണം. ഏത് സ്കൂൾ ഈ റിക്വസ്റ്റ് വരുന്ന സ്കൂള്, അതായത് ഈ ആക്സസ് ചെയ്യുന്ന സ്കൂളിന് ഇത്ര മൊഡ്യൂൾ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആദ്യം ചെക്ക് ചെയ്യണല്ലോ. അത് ആദ്യം ചെക്ക് ചെയ്ത് വന്നിട്ടാണ് ഓരോ മൊഡ്യൂളായിട്ട് ലോഡ്. അപ്പൊ ലോഡിങ് ടൈം കൂടും. അപ്പൊ അത് പിന്നെ സെർവറിനും ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ സ്കൂളും ഒരുമിച്ച് ആക്സസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ അത് ചെയ്യാം, അത്രയും കോംപ്ലിക്കേറ്റഡ് ആവും മാത്രം കോഡിങ്. പോർട്ടൽ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പോർട്ടല് ഏതാ? ഓക്കെ, എല്ലാ സ്കൂളിലും കൂടി ഒറ്റ പോർട്ടൽ അങ്ങനെയാണോ? അതെ, എല്ലാ സ്കൂളിനും ഒറ്റ പോർട്ടൽ. പക്ഷെ അതിന്റെ ബാക്കെൻഡില് എന്താ വെച്ചാല് ഡിസിഷൻസ് എടുത്തിട്ടാണ് ഓരോത്തിനും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന സ്കൂളിന് ഇന്നതാണെങ്കിൽ ഇന്ന സ്കൂളാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് ആ ഫീച്ചറിലേക്ക് പോകുന്നത്. അങ്ങനെ സ്കൂൾ വൈസ് മാറ്റം ഉണ്ടാവുമല്ലേ, മെനു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? അതെ, ഫീച്ചേഴ്സിന് മാറ്റം ഉണ്ടാവും. കസ്റ്റമൈസേഷൻ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ. അത് 16 കൊല്ലമായ പ്രൊഡക്റ്റ് ആണ്, ഇത് 2 കൊല്ലമായ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, പ്ലഗ് ആൻഡ് പ്ലേ ആക്കണമെന്നുണ്ട്. പക്ഷെ അതിന്റെ കോംപ്ലക്സിറ്റി ആലോചിച്ചിട്ടാണ് ഇപ്പൊ ആക്കാത്തത്. ഭാവിയിൽ ആവുമായിരിക്കും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഒരു വിധം മനസ്സിലായി. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ. താങ്ക് യു. ശരി, ബൈ. താങ്ക് യു.